ആണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മൾ പറഞ്ഞു ഏതൊരു ഓർഗാനിക് കെമിസ്ട്രിയുടെ ചാപ്റ്റർ പഠിക്കുവാണെങ്കിലും നമ്മൾ അതിനൊരു സ്റ്റഡിങ് പാറ്റേൺ നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ ആദ്യം അതിന്റെ ബേസിക്സ് പഠിക്കുന്നു, പിന്നെ അതിന്റെ പ്രിപ്പറേഷൻസ് ബേസിക്സ് പഠിക്കുന്നു, പിന്നെ അതിന്റെ ക്ലാസിഫിക്കേഷൻ പഠിപ്പിക്കുന്നു, പിന്നെ അതിന്റെ നോമൻക്ലേച്ചർ പഠിക്കുന്നു, പിന്നെ അതിന്റെ പ്രിപ്പറേഷൻ പഠിക്കുന്നു, പിന്നെ അതിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടി, കെമിക്കൽ പ്രോപ്പർട്ടി, യൂസ് ഓക്കെ ആണല്ലോ. അപ്പൊ അതിനകത്ത് നമ്മൾ ആദ്യം നമ്മൾ അതിന്റെ ബേസിക്സ് പഠിപ്പിച്ചു, പിന്നെ അതിന്റെ നോമൻക്ലേച്ചർ പഠിപ്പിച്ചു. കാരണം ക്ലാസിഫിക്കേഷൻ ഇതിലില്ല, ആൽഡിഹൈഡ്സ് കീറ്റോൺ കാർബോക്സിലിക് ആസിഡ് ക്ലാസിഫിക്കേഷൻ ഇല്ല. ഇനിയും നമ്മൾ പഠിപ്പിക്കാൻ പോകുന്നത് ഇതിന്റെ പ്രിപ്പറേഷൻസ് ആണ്. അപ്പൊ പ്രിപ്പറേഷൻസ് നമ്മൾ 3 സെറ്റ് ആയിട്ടാണ് പഠിക്കുന്നത്, നിങ്ങൾക്ക് പെട്ടെന്ന് ഓർത്ത് വെക്കാൻ വേണ്ടി. ഒന്ന്, ആദ്യം നമ്മൾ ആൽഡിഹൈഡിനെയും കീറ്റോണിനെയും പറ്റിയാണ് പഠിക്കുന്നത്, പിന്നീട് നമ്മൾ കാർബോക്സിലിക് ആസിഡിനെ പറ്റി പഠിക്കുന്നുള്ളൂ. ആൽഡിഹൈഡിനെയും കീറ്റോണിനെയും പറ്റി പഠിക്കുമ്പോൾ അതിന്റെ പ്രിപ്പറേഷൻ പഠിക്കുന്ന സമയത്ത് ആദ്യം ഈ ആൽഡിഹൈഡിനെയും കീറ്റോണിനെയും സെയിം റിയേജന്റ് വെച്ചിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റ് റിയാക്ഷൻസ് ഉണ്ട്. അതൊരു 3 റിയാക്ഷൻസ് 4 റിയാക്ഷൻസ് ഉണ്ടാവും. ആ റിയാക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ആൽഡിഹൈഡ് ചെറിയൊരു വ്യത്യാസം വരുത്തി കഴിഞ്ഞാൽ ആൽഡിഹൈഡ് കീറ്റോൺ ഉണ്ടാകുന്ന നമ്മൾ പറയുന്നത്. ഇപ്പൊ ആൽഡിഹൈഡ്സിനെ കീറ്റോൺസിനെ ഉണ്ടാക്കാൻ പറ്റുന്ന റിയാക്ഷൻ ഒരു വിഭാഗം. രണ്ടാമത് ആൽഡിഹൈഡ്സിനെ മാത്രം ഉണ്ടാക്കാൻ പറ്റുന്ന റിയാക്ഷൻസും, മൂന്നാമത് കീറ്റോൺസിനെ മാത്രം ഉണ്ടാക്കാൻ പറ്റുന്ന റിയാക്ഷൻ. ഇങ്ങനെയാണ് നമ്മൾ അത് ഡിസൈൻ ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. അപ്പം നിങ്ങൾ എഴുതുക പ്രിപ്പറേഷൻ ഓഫ് ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ്. ഹെഡിങ് എഴുതുക പ്രിപ്പറേഷൻസ് ഓഫ് ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ്. ഹെഡിങ് എഴുതുക പ്രിപ്പറേഷൻസ് ഓഫ് ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ്. അപ്പോൾ ആൽഡിഹൈഡിനെയും കീറ്റോണിനെയും ഒരുമിച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന റിയാക്ഷൻസ് ആണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത്. അതായത് ഈ റിയാക്ഷൻ വെച്ചിട്ട് നമുക്ക് ആൽഡിഹൈഡ്സിനെ ഉണ്ടാക്കാം, അതേപോലെ തന്നെ കീറ്റോൺസിനെ ഉണ്ടാക്കാം. ഓക്കെ, രണ്ടും പറ്റും. അടുത്ത സെറ്റ് റിയാക്ഷനകത്ത് ആൽഡിഹൈഡ്സിനെ മാത്രം ഉണ്ടാക്കാൻ പറ്റുന്ന റിയാക്ഷൻസും, അത് കഴിഞ്ഞിട്ടുള്ള സെറ്റ് റിയാക്ഷനകത്ത് കീറ്റോൺസിനെ മാത്രം ഉണ്ടാക്കാൻ പറ്റുന്ന റിയാക്ഷൻസും ആണ് പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കുക. ആദ്യത്തെ സെറ്റ് എന്ന് പറയുന്നത് ഓക്സിഡേഷൻ ഓഫ് ആൽക്കഹോൾ ആണ്. ഓക്സിഡേഷൻ ഓഫ് ആൽക്കഹോൾ. ഓക്സിഡേഷൻ ഓഫ് ആൽക്കഹോൾ. ആൽക്കഹോളിനെ ഓക്സിഡൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ടാക്കാൻ സാധിക്കും? നമുക്ക് ആൽഡിഹൈഡ്സും കീറ്റോൺസും ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ ആണല്ലോ. അപ്പം ഇവിടെ ഒരു കാര്യം ആലോചിക്കണം. സ്ട്രോങ് ആയിട്ടുള്ള ഓക്സിഡൈസിങ് ഏജന്റ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ ആൽക്കഹോൾ ഡയറക്റ്റ് ആയിട്ട് ഈ ആൽഡിഹൈഡ് കീറ്റോണും ആകാതെ ഡയറക്റ്റ് ആയിട്ട് കാർബോക്സിലിക് ആസിഡ് ആയിട്ട് മാറും. എന്നാൽ ഒരു ഒത്തിരി മൈൽഡ് അല്ല, എന്നാൽ ഏകദേശം ഒരു മൈൽഡ് ആയിട്ടുള്ള ഓക്സിഡൈസിങ് ഏജന്റുകളാണെങ്കിൽ അത് ആൽഡിഹൈഡ്സും കീറ്റോൺസും ഉണ്ടാക്കും. ഓക്കെ ആണല്ലോ. അപ്പം അത് എഴുതി വെച്ചേക്കുക. ഒരു ഡോട്ട് ഇട്ട് എഴുതുക. ആൽക്കഹോള് നമ്മൾ പറഞ്ഞായിരുന്നു പ്രൈമറി ആൽക്കഹോളും സെക്കൻഡറി ആൽക്കഹോളും ടെറിഷ്യറി ആൽക്കഹോൾസും ഉണ്ട്. പ്രൈമറി ആൽക്കഹോളിനെയാണ് നിങ്ങൾ ഓക്സിഡൈസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ആൽഡിഹൈഡ്സും, സെക്കൻഡറി ആൽക്കഹോൾസിനെയാണ് നിങ്ങൾ ഓക്സിഡൈസ് ചെയ്യുന്നതെങ്കിൽ കീറ്റോൺസും ഉണ്ടാവും. ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് ആദ്യം പ്രൈമറി ആൽക്കഹോൾ എന്നുള്ള കാര്യം നമുക്ക് അപ്പൊ അതൊന്ന് എഴുതാമേ, അതൊന്ന് എഴുതാം. അതായത് if we need aldehyde and ketones, we must use certain oxidizing അല്ലെങ്കിൽ certain special reagents, certain special reagents. ആ സ്പെഷ്യൽ റിയേജൻസിന്റെ പേര് എന്താണെന്ന് അറിയാമോ? സ്പെഷ്യൽ റിയേജൻസ് അത് ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. such as ക്രോമിയം ഓക്സൈഡ് CrO3 അല്ലെങ്കിൽ PCC. അപ്പം അത് അതായത് CrO3 എന്ന് പറയുമ്പോൾ ക്രോമിയം ഓക്സൈഡും PCC എന്ന് പറയുമ്പോഴത്തേക്കും പൈരീഡീനിയം ക്ലോറോ ക്രോമൈറ്റും ആണ് കേട്ടോ. അത് വേണമെങ്കിൽ എഴുതിയിട്ടേക്കുക. പൈരീഡീനിയം ക്ലോറോ ക്രോമൈറ്റ്. ഓക്കെ ആണല്ലോ. അപ്പം ഈ ആൾക്കാരെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ആൽഡിഹൈഡും കീറ്റോണും കിട്ടും എന്നാണ് പറയുന്നത്. എന്നിട്ട് ഒരു ഡോട്ട് ഇട്ടിട്ട് ഒരു കാര്യം കൂടെ എഴുതുക. ഒരു കാര്യം കൂടെ എഴുതുക. on oxidizing primary alcohol
primary alcohol with above reagents we get aldehyde. അതെങ്ങനെയാണ് നോക്കാം. പ്രൈമറി ആൽക്കഹോൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളത്? OH അറ്റാച്ച് ചെയ്ത കാർബൺ വേറെ ഒരു കാർബണിൽ മാത്രമേ അറ്റാച്ച് ചെയ്തുള്ളെങ്കിൽ അത് പ്രൈമറി ആൽക്കഹോൾ ആണ്. അപ്പൊ ബാക്കിയൊക്കെ എന്ത് വരും? ബാക്കി ഇവിടെ ഒരു H, ഇവിടെ ഒരു H, ബാക്കി ഇവിടെ എന്താ? ഇവിടെ 3 H. കണ്ടോ, ഇതാണ് പ്രൈമറി ആൽക്കഹോൾ എന്ന് പറയുന്നത്. ഇതൊരു പ്രൈമറി ആൽക്കഹോൾ ആണ്, എഥനോൾ ആണ് അല്ലേ? ഇതൊരു പ്രൈമറി ആൽക്കഹോൾ ആണ്, എഥനോൾ ആണ്. ഓക്കെ. ഇതിനകത്ത് ഓക്സിഡേഷൻ നടത്തുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്തുവാ? ഓക്സിഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണമെങ്കിൽ ആ ഹെഡിങ്ങിന്റെ കൂടെ എഴുതിക്കോണം. അഡീഷൻ ഓഫ് ഓക്സിജൻ ആണ്, റിമൂവൽ ഓഫ് ഹൈഡ്രജൻ ഓക്സിഡേഷൻ ആണ്. ശരിയല്ലേ? ഇവിടെ റിമൂവൽ ഓഫ് ഹൈഡ്രജന്റെ ടേമിലാണ് ഓക്സിഡേഷൻ നടക്കുന്നത്. അതുകൊണ്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹെഡിങ്ങിന്റെ അവിടെ റിമൂവൽ ഓഫ് ഹൈഡ്രജൻ എന്ന് വേണമെങ്കിൽ ചേർത്തോണം. ഹൈഡ്രജൻ എന്ന് ബ്രാക്കറ്റിൽ വേണം എഴുതിക്കോണം. അപ്പൊ ഇവിടെ ഹൈഡ്രജൻ റിമൂവ് ആവുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? ഹൈഡ്രജൻ റിമൂവ് ആവുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? ഈ OH നെ ഞാൻ ബോണ്ട് രീതി കൊടുക്കുകയാണ്. അപ്പൊ ഇതിനകത്ത് ഞാൻ എന്ത് ആഡ് ചെയ്യുന്നു? ഇതിനകത്ത് ഞാൻ CrO3 ആഡ് ചെയ്യുന്നു. അപ്പൊ ഓക്സിഡേഷൻ നടക്കുന്നു. അപ്പൊ എന്താണെന്നറിയാമോ? ഹൈഡ്രജൻ എന്ന് പറയുമ്പോൾ H2 റിമൂവ് ചെയ്യുന്നതാണ്. ഈ ഹൈഡ്രജനും അതേപോലെ തന്നെ ഇവിടത്തെ ഈ ഹൈഡ്രജനും റിമൂവ് ആയിട്ടുള്ളതാണ്. ഈ ഹൈഡ്രജനും റിമൂവ് ചെയ്യുകയാണ്. ഓക്കെ. അപ്പൊ നോക്കിയോ, അപ്പൊ ഇവിടെ എന്താ ഉണ്ടാകുന്നത് നോക്കിയോ? ഇവിടെ ഈ CH3ക്ക് ഒരു അനക്കവുമില്ല, അത് അങ്ങനെ തന്നെ എഴുതുന്നു. പിന്നെന്താ, ഇവിടെ C, ഇവിടെ ഒരു H. നോക്കിയേ, ഇവിടെ നിന്ന് Oയും പോയി, ഇവിടെ നിന്ന് Hഉം പോയി. അപ്പൊ എന്തായാലും ഈ Cക്ക് ചുറ്റിനും 4 ആൾക്കാർ വന്നേ വരത്തുള്ളൂ. അപ്പൊ ഡബിൾ ബോണ്ട് ആവും ഇത്. കണ്ടോ? അതായത് ഇത് ശരിക്കും പറഞ്ഞാൽ എഥനാൽ അല്ലേ? പരീക്ഷയ്ക്ക് ഇത് തരുമ്പോൾ ഡയറക്റ്റ് ആയിട്ട്, അതായത് കണ്ടൻസ്ഡ് ആക്കിയേ തരുള്ളൂ. അതായത് ഇങ്ങനെ CH3 CH2 OH നെ CrO3 ആയിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ CH3 CHO ഉണ്ടാവും. ഇങ്ങനെയായിരിക്കും തരിക. ഓക്കെ ആണല്ലോ? അപ്പൊ ഇത് എഥനാലാണ്. ഓക്കെ. ഇനി നമുക്ക് ഓൺ ഓക്സിഡൈസിങ് സെക്കൻഡറി ആൽക്കഹോൾ, ഓൺ ഓക്സിഡൈസിങ് സെക്കൻഡറി ആൽക്കഹോൾ with above reagents we get ketones. ഓക്കെ ആണല്ലോ? അപ്പൊ we get ketones എന്ന് പറഞ്ഞു നോക്കിയാൽ അത് നമുക്ക് സെക്കൻഡറി ആൽക്കഹോൾ എന്ന് പറഞ്ഞാൽ എന്താ? OH അറ്റാച്ച് ചെയ്ത കാർബൺ ആറ്റത്തിൽ വേറെ 2 കാർബൺ അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ സെക്കൻഡറി. അപ്പൊ ബാക്കി നാലാമത്തെ ആര് വരും? നാലാമത്തെ ഒരു ഹൈഡ്രജൻ വരും. പിന്നെ ഇവരുടെ ചുറ്റിനും ആര് കാണും? ഇവരുടെ ചുറ്റിനും CH3 ഉണ്ട്, ഇവരുടെ CH3 ഉണ്ട്. ഇതൊരു സെക്കൻഡറി ആൽക്കഹോൾ ആണ്. ഇവന്റെ നെയിം നമുക്ക് എങ്ങനെ എഴുതാം? സെക്കൻഡറി ആൽക്കഹോൾ എന്ന് പറയുമ്പോഴത്തേക്ക് 1, 2, 3, അതായത് പ്രൊപ്പൈൻ ഗ്ലൂക്കോൾ എഴുതേണ്ടി വരും. ശരിയല്ലേ? കാരണം ഇവനെ ശരിക്കും എഴുതുവാണെങ്കിൽ ഇങ്ങനെ എഴുതേണ്ടി വരും. CH3 CH CH3 ഈ CH ആണ് OH. അപ്പൊ പ്രൊപ്പൈൻ 2 എന്നാണ് ഇവന്റെ പേര് വരിക അല്ലേ? അപ്പൊ ഇവനെ സെക്കൻഡറി ആൽക്കഹോൾ ആണ്. ഇവന്റെ പേര് പ്രൊപ്പൈൻ 2 എന്നാണ് അല്ലേ? ഇവനെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാ? തൽക്കാലം ഇവനെ PCC ചേർക്കാം. അപ്പൊ എന്ത് സംഭവിക്കും? ഹൈഡ്രജനെ റിമൂവ് ചെയ്യും. ഈ ഹൈഡ്രജനും റിമൂവ് ആവപ്പെടും. അപ്പൊ ഇവിടെ CH3 ഉണ്ടാവും. അപ്പൊ എന്താ, ഈ കാർബണിന് ചുറ്റും ഡബിൾ ബോണ്ട് വന്നേ പറ്റത്തുള്ളൂ. അപ്പൊ കാരണം 4 പറഞ്ഞ, അപ്പൊ ഇത് ഡബിൾ ബോണ്ട് വന്നു. നമുക്കറിയാം ഈ ഡബിൾ ബോണ്ടോടെ രണ്ടറ്റത്തും ആൽക്കൈൽ ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാൽ അവനെ എന്തെന്ന് വിളിക്കും? കീറ്റോൺ എന്ന് വിളിക്കും. ഇവന്റെ പേര് ഇത് ശരിക്കും ഇങ്ങനെ എഴുതുന്നതിന് തുല്യമല്ലേ? ഇത് CH3 C ഡബിൾ ബോണ്ടോ CH3 ഇങ്ങനെ എഴുതുന്നതിന് തുല്യം തന്നെയാണിത്. അപ്പൊ ഇത് ഒരു കീറ്റോൺ ആണ്. ഇതൊരു കീറ്റോൺ ആണ്. ഈ കീറ്റോണിന്റെ പേരെന്ന് പറയുന്നത് പ്രൊപ്പൻ 2 ആണ്. തെറ്റാണെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഒന്നാമത്തേത് നമുക്ക് ആൽഡിഹൈഡിനെയും കീറ്റോണിനെയും കൂടെ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന റിയാക്ഷൻ ആൽക്കഹോളിനെ ഓക്സിഡൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്സിഡേഷൻ ഇൻ എ സെൻസ് റിമൂവൽ ഓഫ് ഹൈഡ്രജൻ ആണ്. ഓക്കെ ആണല്ലോ? ഓക്സിഡേഷൻ പല രീതിയിൽ പറയാം. ഓക്സിജനെ ആഡ് ചെയ്യുന്നതും ഓക്സിഡേഷൻ ആണ്. ഓക്സിഡേഷൻ നമ്പർ കുറയുന്നതും ഓക്സിഡേഷൻ നമ്പർ കൂടുന്നതും ഓക്സിഡേഷൻ ആണ്. ഇലക്ട്രോ പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരെ ആഡ് ചെയ്യുന്നതും ഓക്സിഡേഷൻ ആണ്. ഇലക്ട്രോണിന്റെ ലോസ് നടക്കുന്നതും ഓക്സിഡേഷൻ. ഇങ്ങനെ പല രീതിയിൽ നമുക്ക് ഓക്സിഡേഷനെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷെ ഇവിടെ നടക്കുന്നത് റിമൂവൽ ഓഫ് ഹൈഡ്രജന്റെ ടൈമിലായിരിക്കും. അടുത്ത റിയാക്ഷനും ആൽഡിഹൈഡിനെയും കീറ്റോണിനെയും പ്രിപ്പയർ ചെയ്യുന്ന അടുത്ത റിയാക്ഷനും ഹൈഡ്രജനെ റിമൂവ് ചെയ്യുന്നതാണ്. പക്ഷെ അത് ഓക്സിഡേഷന്റെ പ്രസൻസിലല്ല. ഓക്സിഡേഷൻ എന്ന് പറയുന്ന ബാനറിലല്ല ഹൈഡ്രജനെ
നമ്മൾ റിമൂവ് ചെയ്യുന്നത്. പകരം പ്യുവർലി ഡീഹൈഡ്രജനേഷൻ ഓഫ് ആൽക്കഹോൾ എന്നാണ്. അതായത് ആൽക്കഹോളിൽ നിന്ന് ഹൈഡ്രജനെ റിമൂവ് ചെയ്യുക എന്നുള്ള പാനലിൽ തന്നെയാണ് പഠിക്കുന്നത്. റിയാക്ഷൻ ഇത് തന്നെ, റിയജന്റ് വ്യത്യാസമുണ്ട്. CrO3 PCC ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്സിഡേഷൻ നടന്നിട്ടാണ് ഹൈഡ്രജൻ റിമൂവ് ആകുന്നതെങ്കിൽ അടുത്ത സെഷനകത്ത് വേറൊരു റിയേജന്റ് ആഡ് ചെയ്യുമ്പോൾ ഡയറക്റ്റ്ലി ഹൈഡ്രജൻ റിമൂവ് ആവും. അപ്പൊ അതിന്റെ പേര് തന്നെ ഇങ്ങനെയാണ്, ഡീഹൈഡ്രോജനേഷൻ ഓഫ് ആൽക്കഹോൾ. സെയിം സാധനം തന്നെ, പക്ഷേ റിയജന്റ് മാറുകയാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ഇങ്ങനെ എഴുതാം, primary alcohol can be converted. Primary alcohol can be converted to aldehyde. By treating by treating when they are aldehyde when ഒരു കാര്യം ചെയ്യട്ടെ, primary and secondary alcohol can be converted to aldehydes and ketones എന്ന് പറഞ്ഞ ഒറ്റയടിക്ക് അങ്ങ് എഴുതട്ടെ. അത് അങ്ങനെ ആക്കാം. ഏതാകുമ്പോൾ ഒറ്റ ഇതിനകത്ത് അങ്ങ് തീരും, റിയാക്ഷൻ രണ്ടായിട്ട് അങ്ങ് എഴുതിയാൽ മതി. ഇങ്ങനെ അങ്ങ് എഴുതുകയാണ്. അതായത് പ്രൈമറി ആൽക്കഹോൾ ആൻഡ് സെക്കൻഡറി ആൽക്കഹോൾ can be converted to aldehyde and ketone respectively by passing them over heated vapors of metals like Cu, Ag, etc. ഒന്നുമില്ലടേ. അതായത് നേരത്തെ നമ്മൾ എന്താ ചെയ്തത്, ഓക്സിഡേഷൻ ഓഫ് ആൽക്കഹോളിനകത്ത് എന്തിന്റെ റിമൂവൽ ഓഫ് ഹൈഡ്രജൻ ചെയ്തത് ഓക്സിഡേഷന്റെ ബാനറിലാണ്. അപ്പൊ പ്രൈമറി ആൽക്കഹോളിനകത്തോട്ട് ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ടുള്ള CrO3 PCC ആഡ് ചെയ്തിട്ടാണ് കീറ്റോണും ആൽഡിഹൈഡ്സും ആക്കി മാറ്റിയതെങ്കിൽ ഇവിടെ പ്രൈമറി ആൽക്കഹോളിനും സെക്കൻഡറി ആൽക്കഹോളിനും നമ്മൾ എന്ത് ചെയ്യുന്ന അറിയാമോ, ഹീറ്റഡ് വേപ്പേഴ്സ് ഓഫ് കോപ്പറും അല്ലെങ്കിൽ ഹീറ്റഡ് വേപ്പേഴ്സ് ഓഫ് Ag അതായത് സിൽവറിനകത്തൂടെയും നമ്മൾ എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ പ്രൈമറി ആൽക്കഹോളിനകത്തൂടെ ഹീറ്റഡ് വേപ്പേഴ്സ് കടത്തിവിടുന്നു, കോപ്പറിന്റെയും Agയുടെയും. അപ്പൊ എന്ത് ചെയ്യുന്ന അറിയാമോ, അതിനകത്തുള്ള ഹൈഡ്രജൻ ഡയറക്റ്റ് ആയിട്ട് റിമൂവ് ആവും. ഓക്സിഡേഷൻ അല്ല അവിടെ നടക്കുന്നത്, പകരം റിമൂവൽ ഓഫ് ഹൈഡ്രജൻ, ഡീഹൈഡ്രജനേഷൻ ആണ് അവിടെ നടക്കുന്നത്. അപ്പൊ അത് നമുക്ക് ആ റിയാക്ഷൻ എഴുതാം. OH അറ്റാച്ച് ചെയ്ത കാർബൺ ഒരു സിംഗിൾ കാർബണിലാണ് അറ്റാച്ച് ചെയ്തെങ്കിൽ അത് പ്രൈമറി. അപ്പം ആ കാർബണിൽ ബാക്കി രണ്ടെണ്ണം വരുന്നത് ഹൈഡ്രജൻ ആയിരിക്കും. ഇവിടെ ഈ കാർബൺ ഓൾറെഡി 3 ഹൈഡ്രജൻ, അങ്ങനെ നോക്കാം. ഡീഹൈഡ്രജനേഷൻ ആണ് നടക്കുന്നത്. അപ്പം 2 ഹൈഡ്രജൻ പോകുന്നു. അത് എന്തുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോഴാണ്, Cu വേപ്പർ എന്നല്ല എഴുതുന്നത്, Cuവിനെ 573 കെൽവിനിൽ ചൂടാക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി വേപ്പർ ആവും. അങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്, അല്ല Cu വേപ്പർ എന്നല്ല എഴുതുക. അപ്പൊ എന്ത് സംഭവിക്കും, ഇവിടെ ഒരു CH3, പിന്നെ ഇവിടെ ഒരു CH ഓൾറെഡി ഉണ്ട്. ഇവിടുത്തെ ഒരു ഹൈഡ്രജൻ പോയി കഴിയുമ്പോഴും പിന്നെ ബാക്കി എന്താ, മൊത്തം 4 എണ്ണം വന്നേ വരത്തുള്ളൂ. അപ്പൊ ഇവിടെ ഡബിൾ ബോണ്ട് വരും. അപ്പം നേരത്തെ പോലെ തന്നെ ഇത് എഥനോൾ വരുന്നു, പ്രൈമറി ആൽക്കഹോൾ ആണ്, ഇതെന്തായിട്ട് മാറുന്നു, ഇത് എഥനാൽ ആയിട്ട് മാറും. കാരണം നേരത്തെ അതേ റിയാക്ഷൻ തന്നെ, എഥനാൽ റിയേജന്റ് മാത്രം മാറി, എഥനാൽ. അതേപോലെ തന്നെ നിങ്ങൾ സെക്കൻഡറി ആയിട്ടുള്ള ആൽക്കഹോൾ OH അറ്റാച്ച് ചെയ്ത കാർബൺ വേറെ 2 കാർബണിൽ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ഒരു കാർബൺ ഹൈഡ്രജൻ, ബാക്കി ഒരു ബോണ്ട് ഹൈഡ്രജൻ ആയിരിക്കും. അപ്പൊ ഇവിടെ ഒരു CH3, ഇവിടെ ഒരു CH3 കണ്ടോ, ഇത് സെക്കൻഡറി ആയിട്ടുള്ള ആൽക്കഹോൾ. ഇതും ഈ പറഞ്ഞ പോലെ തന്നെ എന്താ, Cu വേപ്പേഴ്സ് 573 കെൽവിനിൽ വേപ്പേഴ്സ് ആവും. അപ്പം അത് കടത്തി വിട്ട് കഴിഞ്ഞാൽ അത് എന്തായിട്ട് മാറും, CH3 അനക്കണ്ട, ഒരു ബോണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ H ഓൾറെഡി പോയി, H തന്നെ ഇവിടെ കട്ടായി പോയി, ഈ ഹൈഡ്രജനേഷന്റെ ഭാഗമായിട്ട് ഓടെ കൂടെയുള്ള Hഉം പോയി, സിയുടെ കൂടെയുള്ള Hഉം പോയി, H2 ആയിട്ട് പോയി. അപ്പം ബാക്കി എന്താ വരിക, ബാക്കി ഇവിടെ ഒരു OA വരത്തുള്ളൂ. അപ്പൊ ഇനി കാർബണിന്റെ ചുറ്റും ഡബിൾ ബോണ്ട് വന്നേ വരത്തുള്ളൂ. ഇതൊരു കീറ്റോൺ ആണ്, ഇതിനെ പ്രൊപ്പനോൺ എന്ന് പറയും.
ഇത് തന്നെയായിരുന്നു നേരത്തെ റിയാക്ഷനകത്ത് ആകെ വ്യത്യാസം എന്താണെന്ന് അറിയാമോ? അവിടെ ഓക്സിഡൈസിങ് ഏജന്റ് ആണ് ഉപയോഗിച്ചത്, ഇവിടെ എന്താണ് ഹീറ്റഡ് വേപ്പേഴ്സ് ഓഫ് കോപ്പർ അല്ലെങ്കിൽ സിൽവർ ആണ് ഉപയോഗിച്ചത്. ഇത്രയുള്ള വ്യത്യാസം. അപ്പൊ നമ്മൾ ആൽക്കഹോളിൽ നിന്ന് ആൽഡിഹൈഡിന്റെയും കീറ്റോണിനെ എങ്ങനെ ഉണ്ടാക്കുന്നത് പഠിച്ചു. അതിന്റെ രണ്ട് മെത്തേഡ് പഠിച്ചു, ഓക്സിഡേഷൻ ഓഫ് ആൽക്കഹോളും ഡീഹൈഡ്രജനേഷൻ ഓഫ് ആൽക്കഹോളും. ഇനി മൂന്നാമത്തെ പഠിപ്പിക്കാൻ പോകുന്നത് ഫ്രം ഹൈഡ്രോ കാർബണിൽ നിന്നാണ്. ഫ്രം ഹൈഡ്രോ കാർബൺ. ഈ ഹൈഡ്രോ കാർബൺ എന്ന് പറയുമ്പോൾ കാർബണും ഹൈഡ്രജനും മാത്രമുള്ള കോമ്പൗണ്ട്. അത് ആൽക്കീൻ ആവാം, ആൽക്കൈൻ ആവാം. അതിനകത്ത് ഹലോ ആൽക്കീൻ വരില്ല, ഹലോ അലീൻ വരില്ല. അതേപോലെ തന്നെ എന്താണ് വേറെ കീറ്റോണ് അല്ലെങ്കിൽ കാർബോക്സിലിക് ആസിഡ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർ ആരും വരില്ല. ഹൈഡ്രോ കാർബൺ എന്ന് പറയുമ്പോൾ കാർബണും ഹൈഡ്രജനും മാത്രമേ കാണുള്ളൂ. അതിനകത്ത് ആൽക്കൈൻ വരും, ആൽക്കീൻ വരും. ഡബിൾ ബോണ്ടഡ് ആയിട്ടുള്ള ഹൈഡ്രോ കാർബൺ, സിംഗിൾ ബോണ്ടഡ് ആയിട്ടുള്ള ഹൈഡ്രോ കാർബൺ, ട്രിപ്പിൾ ബോണ്ടഡ് ആയിട്ടുള്ള ഹൈഡ്രോ കാർബൺ. നമ്മളിവിടെ ഡബിൾ ബോണ്ടിൽ നിന്നും ട്രിപ്പിൾ ബോണ്ടഡ് ആയിട്ടുള്ള ഹൈഡ്രോ കാർബണിൽ നിന്ന് എങ്ങനെ ആൽഡിഹൈഡ്സ് കീറ്റോൺസിനെ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. അതിനകത്ത് ആദ്യത്തേത്, അതായത് ആദ്യം ഡബിൾ ബോണ്ടിൽ നിന്ന് എങ്ങനെ ഉണ്ടാക്കുന്നു എന്നാണ് പറയാൻ പോകുന്നത്. എ എന്ന് പറയുമ്പോൾ എന്താണെന്നറിയോ? ഓസോണലിസിസ് ഓഫ് ആൽക്കീൻ. ഓസോണലിസിസ് ഓഫ് ആൽക്കീൻ. ഈ ഓസോണലിസിസ് ഓഫ് ആൽക്കീൻ നിങ്ങൾ പ്ലസ് 1 പഠിച്ച ഒരു റിയാക്ഷൻ ആണ്. ഒരു വീട് പോലെയുള്ള ഒരു കോമ്പൗണ്ട് ഒക്കെ ഉണ്ടാകുന്ന ഒരു റിയാക്ഷൻ ആണ് ഈഥൈൽ ഓസോണൈഡ് എന്ന് പറയും. ഓക്കെ, അപ്പം അല്ല, ഈഥൈൽ ഓസോണൈഡ് എന്നല്ല, നിങ്ങൾക്ക് അന്ന് പഠിക്കാനുള്ള കോമ്പൗണ്ട് ആണ് അങ്ങനെ പേരിൽ അറിയപ്പെടുന്നത്. ഇത് ഓസോണൈഡ് പല ടൈപ്പ് മോളിക്യൂൾസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഓസോണലിസിസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ബ്രാക്കറ്റിൽ എഴുതിക്കോണം, അഡീഷൻ ഓഫ് ഓസോൺ മോളിക്യൂൾ. അഡീഷൻ ഓഫ് ഓസോൺ. ഓസോൺ എന്ന് പറയുമ്പോഴത്തേക്കും O3. അപ്പൊ ആൽക്കീനകത്തോട്ട് O3 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൽഡിഹൈഡ്സും കീറ്റോൺസും കിട്ടുമെന്നാണ് റിയാക്ഷൻ അവകാശപ്പെടുന്നത്. അപ്പൊ നമുക്കൊന്ന് നോക്കാം. അപ്പൊ നമ്മൾ ഒരു ആൽക്കീൻ എടുക്കുന്നു. ആൽക്കീൻ എന്ന് പറയുമ്പോൾ ഈഥീൻ എടുക്കാം. നമുക്ക് കണ്ടോ, ഈഥീൻ എടുക്കാം. ഇവിടെ ഒരു H, ഇവിടെ ഒരു H, ഇവിടെ ഒരു H, ഇവിടെ ഒരു H. ഓക്കെ, പ്ലസ് ഇതിനകത്തോട്ട് O3 ആഡ് ചെയ്യാണ്. ഒരു സോൾവെന്റിന്റെ പ്രസൻസിലായിരിക്കും നമ്മൾ ആഡ് ചെയ്യുന്നത്. സോൾവെന്റിനെ അല്ല, വേണ്ട, ഞാൻ നിൽക്കട്ടെ. ഇതിനകത്ത് O3 ആഡ് ആവുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? ഈ O3 ഇതിനകത്ത് ആഡ് ആവണമെങ്കിൽ നോക്കിയോ, ഇവിടെ നോക്കിയോ, സി, ഈ രണ്ട് ഹൈഡ്രജൻ ഇവിടെ ഉള്ള ബോണ്ടിനെ ഒന്നും അനക്കണ്ട. ഈ സിയും ഇവിടെ ഉള്ള ബോണ്ടിനെ ഒന്നും അനക്കണ്ട. അവിടെ ഇപ്പം H അല്ലാതെ വേറെ ആരാണെങ്കിലും അതിനെ അനക്കണ്ട. ഓക്കെ, എന്നിട്ട് ഈ ഡബിൾ ബോണ്ട് മാറിയിട്ട് ഒരു ഓക്സിജൻ, ഇതാ പറഞ്ഞ വീട് പോലെയുള്ള ഒരു മോളിക്യൂൾ ആവും. കണ്ടോ, ഇതൊരു വീട് പോലെയുള്ള ഒരു മോളിക്യൂൾ അല്ലേ? O3 ഇതിനിടയ്ക്ക് ഇങ്ങനെയായിരിക്കും ചേർന്നത്. ഇതിനെയാണ് നമ്മൾ ഒസോണൈഡ് എന്ന് പറയുന്നത്. ഇനി എന്ത് ചെയ്യാന്നറിയാമോ? ഇതിനകത്ത് ഞാൻ കുറച്ച് സിങ്ക് ഓക്സൈഡ്, അതായത് Zn, അല്ല സിങ്ക് ഓക്സൈഡ് അല്ല, സിങ്ക് ഒഴിച്ചിട്ട് അല്ലെ ചേർത്തിട്ട് അതിന് ഹൈഡ്രോളിസിസ് കൂടെ കുറച്ച് വാട്ടർ കൂടെ ചേർക്കും. അപ്പൊ ഈ ബോണ്ട് ബ്രേക്ക് ആവുന്നത് എങ്ങനെയാണെന്നറിയാമോ? ഇങ്ങനെയും അതേപോലെ തന്നെ ഇങ്ങനെയുമാണ് ബ്രേക്ക് ആവുന്നത്. അങ്ങനെ ബ്രേക്ക് ആയി കഴിഞ്ഞാൽ എന്തായിരിക്കും ഉണ്ടാകുന്നത്? നോക്കൂ, ഇവിടെ ഒരു സി, ഇവിടെ ഒരു H, ഇവിടെ ഒരു H. പിന്നെ ഈ ബോണ്ട് പൊട്ടിപ്പോയി. പിന്നെ ഈ ബോണ്ടേ ഉള്ളൂ. ആ ബോണ്ടിൽ ഓക്സിജനാണ്. ആ ഓക്സിജൻ എന്തായിട്ട് മാറും? കാരണം ഇപ്പൊ കാർബണിന്റെ ചുറ്റിനും എന്ത് വന്നേ പറ്റത്തുള്ളൂ? ഡബിൾ ബോണ്ട് വന്നേ പറ്റത്തുള്ളൂ. അപ്പൊ ഡബിൾ ബോണ്ടോ, ഇത് എഥനാൽ അല്ല, ഇത് മെഥനാൽ അല്ലേ? ഒരു 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 കാർബൺ, അതായത് CHO അല്ലേ ഇത്? ഇല്ല, HCHO അല്ലേ ഇത്? ഇവന്റെ പേരെന്താ? ഇവന്റെ പേര് എഥനാലാണ്. സോറി, മെഥനാലാണ്. അതേപോലെ തന്നെ ഇപ്പുറത്തെ ആളും കട്ടാകുമ്പോൾ എന്ത് തന്നെയാണ് ഉണ്ടാകുന്നത്? നോക്കിയോ, ഇവിടെ ഒരു CH കട്ട് ചെയ്യണ്ട. അപ്പൊ ബാക്കി ഇനി ഒരു ഓക്സിജൻ കൂടെ ഉള്ളൂ. അതെന്തായാലും ഡബിൾ ബോണ്ട് കണക്ട് ചെയ്താലേ പറ്റത്തുള്ളൂ. കണ്ടോ, അപ്പൊ ഇവിടെയും HCHO ഉണ്ടാകുന്നത്. കണ്ടോ, മെഥനാലാണ് ഉണ്ടാകുന്നത്. മെഥനാൽ. കണ്ടോ, ഈ റിയാക്ഷൻ ഇങ്ങനെയാണ്. ഇനി കീറ്റോൺ ഉണ്ടാക്കണമെങ്കിൽ വളരെ സിമ്പിളാ. ഇപ്പൊ നമ്മള് ഈഥീൻ എടുത്തില്ലേ? ഇപ്പൊ ഈഥീനെയാണ് നമ്മൾ എടുത്തത്. ആ ഈഥീന്റെ അവിടെ ഇവിടെയും ഒരു CH3, ഇവിടെയും ഒരു CH3. ഇപ്പം ഇത് നമുക്ക് ഇങ്ങനെ എഴുതണം. ഇവിടെ വേണേ ഒരു ഡോട്ട് ഇട്ട് എഴുതാം. ഹിയർ വി ഗെറ്റ്, അല്ലെങ്കിൽ വി ഗോട്ട് two molecules of aldehyde. പരീക്ഷയ്ക്ക് ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ചിലപ്പോൾ പറയും ഒരു ആൽഡിഹൈഡും ഒരു കീറ്റോണും ഓസോണലിസിസ് വഴി ഉണ്ടാക്കാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു റിയാക്ഷൻ എക്സാമ്പിൾ പറയാൻ പറയും. മനസ്സിലായി? ഇപ്പൊ ഈ ഓസോണലിസിസ് വെച്ചിട്ടുണ്ടായത് രണ്ട് ആൽഡിഹൈഡ് മോളിക്കൂളാണ്. അത് നമുക്ക് ഇങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അറിയാത്തവർ ചോദിക്കണം കേട്ടോ. പ്ലസ് ഇവിടെ ഒരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ. ഇവിടുന്ന് ഈ ഓക്സിജൻ ഇവിടുന്ന് കട്ടായി പോകത്തില്ലേ? ആ ഓക്സിജൻ തന്നെ ഈ Zn ചേർന്നിട്ട് പ്രൊഡക്റ്റിനകത്ത് Znoയും കൂടെ ഉണ്ടാകും കേട്ടോ. അത് ഞാൻ എഴുതാൻ വിട്ടുപോയി. എഴുതിയില്ലേലും കുഴപ്പമില്ല, ബൈ പ്രൊഡക്റ്റ് ഒന്നും എഴുതിയില്ലേലും കുഴപ്പമില്ല. ഓക്കെ, ഇനി നിങ്ങൾക്ക് കീറ്റോൺ ആവേണ്ടെങ്കിലോ? അതായത് ഈ
അടുത്ത ഡോട്ട് ഇഫ് വി നീഡ് വൺ കീറ്റോൺ ആൻഡ് വൺ ആൽഡിഹൈഡ് മോളിക്യൂൾ ആൽഡിഹൈഡ് മോളിക്യൂൾ നമ്മൾ ഏത് റിയേജന്റിനെ ഉപയോഗിക്കണം നോക്കി സി ഡബിൾ ബോണ്ട് സി അനക്കണ്ട ഇവിടെ ഒരു CH3 ആക്കണം ഇവിടെയും ഒരു CH3 ആക്കണം ബാക്കി ഇവിടെ H തന്നെ ഓക്കെ ഇതിങ്ങനെ വിടർത്തി പഠിപ്പിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് നല്ലതായിട്ട് മനസ്സിലാകത്തുള്ളൂ പരീക്ഷയ്ക്ക് ഇങ്ങനെയല്ല ചോദിക്കുന്നത് പരീക്ഷയ്ക്ക് ഇങ്ങനെയായിരിക്കും ചോദിക്കുന്നത് ഈ മോളിക്യൂളിനെ നമുക്ക് ഇങ്ങനെ എഴുതാം CH3C ഇതിലൊരു CH3 ഡബിൾ ബോണ്ട് CH2 കണ്ടോ ഇവന്റെ പേരെന്താ ഇവന്റെ പേര് നെയിം ചെയ്യുന്ന സമയത്ത് ഇത് 1 ഇത് 2 ഇത് 3 അപ്പൊ ഇവിടെ എന്ത് വരും 2 മീഥൈൽ 2 മീഥൈൽ 2 മീഥൈൽ എന്തെന്ന് എഴുതും 1 2 3 2 മീഥൈൽ പ്രൊപ്പ് 1 എന്ന് വരും പ്രൊപ്പ് 1 എന്ന് വരും പ്രൊപ്പ് 2 മീഥൈൽ പ്രൊപ്പ് 1 അതിനെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഇതിനകത്ത് നമ്മൾ എന്താ ആഡ് ചെയ്യുന്നു O3 ആഡ് ചെയ്യുന്നു O3 ആഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്ന നമ്മൾ പറഞ്ഞത് അപ്പോൾ ഈ ഓക്സിജൻ മോളിക്യൂൾ ഈ സിയുടെ കൂടെ ഉള്ള ഈ ആൾക്കാരെ അനക്കണ്ട CH3 എന്താണ് ഇത് എന്താണ് ഇതിനിടയ്ക്ക് ഒരു O കയറുന്നു ഇതിനിടയ്ക്ക് ഒരു O കയറുന്നു O കയറുന്നു ഇവിടെയും ഇപ്പുറത്തേത് അനക്കണ്ട H അനക്കുക വേണ്ട കണ്ടോ ഇവിടെ ഒരു ബോണ്ട് വരുന്നു ഇതിനകത്ത് Zn ഒഴിച്ചിട്ട് ഹൈഡ്രോലിസിസ് ചെയ്യുമ്പോൾ ഈ ബോണ്ട് തന്നെ ഇങ്ങനെ കട്ടാവും ഇങ്ങനെ കട്ടാവുമ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു ഇങ്ങനെ കട്ടായി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഒരു CH3 ഉണ്ട് ഇവിടെ ഇവിടെ ഒരു CH3 ഉണ്ട് അനക്കണ്ട പിന്നെ ഒരു ബോണ്ട് ഓക്സിജനില്ല ഈ ബോണ്ട് കട്ടായി പോയെങ്കിൽ ആ രണ്ട് ബോണ്ടോട് ചേർത്ത് ഇത് വരും ഇതിപ്പോ നോക്കി ഇത് കീറ്റോൺ ആയില്ലേ പ്രൊപ്പൻ 2 ഓൺ ആയി കീറ്റോൺ പ്ലസ് ഇത് കട്ടാവുക അപ്പൊ എന്താ വരുന്നത് ഇവിടെ ഒരു H പിന്നെ ഒരു സിംഗിൾ ബോണ്ട് പോയാ അപ്പൊ നമുക്ക് എന്തായാലും കാർബൺ ചുറ്റും 4 വരണം അപ്പൊ അത് ഡബിൾ ബോണ്ട് ആയി ഇത് നോക്കി ഇത് മെഥനാൽ അല്ലേ മെത്തനാൽ അല്ലേ പ്ലസ് ZnO വരും കണ്ടോ അപ്പൊ നമുക്ക് ഒരു മോളിക്യൂള് കീറ്റോണും കിട്ടി ഒരു മോളിക്യൂള് ആൽഡിഹൈഡും കിട്ടി കണ്ടോ ഇങ്ങനെയാണ് എന്റെ കൺസെപ്റ്റ് പരീക്ഷയ്ക്ക് നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ വിടർത്തി തരത്തില്ല ഇങ്ങനെ ആയിരിക്കും കോമ്പൗണ്ട് തരുന്നത് എന്നിട്ട് റിയാക്ഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറയും അപ്പം അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ ഏതൊരു ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് തന്നാലും നിങ്ങൾ അതിനെ ഒന്ന് സൈഡിൽ വെച്ചിരുന്ന് അത് വിടർത്തി ഒന്ന് ചെയ്ത് പഠിക്കണം മനസ്സിലായോ വിടർത്തി ചെയ്ത് പഠിച്ചാലേ നിങ്ങൾക്ക് അത് കത്തത്തുള്ളൂ എന്നുള്ള കാര്യം മനസ്സിലാക്കുക ഞാൻ എന്തുകൊണ്ട് ഇത് കണ്ടൻസ്ഡ് ഫോമിൽ പഠിപ്പിക്കാത്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടൊക്കെ ബോണ്ട് കട്ടാവുന്നു എവിടൊക്കെ ആഡ് ആവുന്നു എങ്ങനെയൊക്കെ ഇതാവുന്നു നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല കണ്ടൻസ്ഡ് ആക്കി പഠിപ്പിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ടാണ് ഇത് വിടർത്തി പഠിപ്പിക്കുന്നത് അപ്പം ഇത് അറിയത്തില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ ഈ മോളിക്യൂൾസിനെ ഈ ഒരു ഇതിൽ കൺവേർട്ട് ചെയ്ത് അവിടെ പേരും കൂടെ എഴുതി വെച്ചേക്കണം കേട്ടോ എന്നാലേ ഇത് പഠിക്കത്തുള്ളൂ ഇനി നമുക്ക് രണ്ട് കീറ്റോൺ വേണമെങ്കിൽ എന്ത് ചെയ്താൽ മതി എന്നറിയാം പരീക്ഷയ്ക്ക് ഒരു പ്രാവശ്യം ചോദിച്ച ചോദ്യമാണ് ഓസോണിലിസിസ് വെച്ചിട്ട് രണ്ട് കീറ്റോണെ ഉണ്ടാക്കണമെങ്കിൽ റിയേജന്റ് എന്തായിരിക്കും അതിന്റെ പേര് ഒരു മാർക്കിന്റെ ചോദ്യമായിരുന്നു അല്ല 2 മാർക്കിന്റെ ചോദ്യമായിരുന്നു ഒരു അത് റിയേജന്റിന്റെ പേര് എഴുതണം ആ റിയേജന്റ് വെച്ചിട്ടുള്ള റിയാക്ഷൻ എഴുതണം സിമ്പിൾ അതിന്റെ ഇത് ഇത്രേ ഉള്ളൂ സി ഡബിൾ ബോണ്ട് സി എന്ന് എഴുതുക ഇവിടെയും ഒരു CH3 കൊടുക്കുക ഇവിടെയും ഒരു CH3 കൊടുക്കുക ഇവിടെയും ഒരു CH3 കൊടുക്കുക ഇവിടെയും ഒരു CH3 കൊടുക്കുക ഇതിനകത്ത് O3 നെ ഒന്ന് ആഡ് ചെയ്ത് നോക്കിയേ ഇതിനകത്ത് O3 നെ ആഡ് ചെയ്യുമ്പോൾ ഇതിന്റെ പേര് ഞാൻ അവസാനം പറയാമേ ഇതിനകത്ത് O3 നെ ആഡ് ചെയ്യുമ്പോൾ സി ഇവിടെ ഒരു CH3 കൊടുക്കുക അത് നിങ്ങൾ വേണമെങ്കിൽ if we need 2 molecules of ketone എന്ന് പറഞ്ഞു വേണം അല്ലെങ്കിൽ താമസം ഇത് കഴിഞ്ഞിട്ട് എഴുതിയാലും മതി ഓക്കെ ഇവിടെ ഒരു CH3 കൊടുത്തു ഇത് ഇവിടെയും ഒരു C ഇട്ടിട്ട് CH3 ഇവിടെയും ഒരു CH3 ഓക്കെ ഇത് വീട് പോലെ ഒരു മോളിക്യൂൾ ഇത് ആണ് ഓസോണൈഡ് മോളിക്യൂൾ ഓക്കെ ഇനി Zn ഒഴിച്ചിട്ട് അല്ലെങ്കിൽ Zn ചേർത്തിട്ട് ഹൈഡ്രോളിസിസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും ബോണ്ട് ഇങ്ങനെ കട്ടാവും ഇങ്ങനെ കട്ടായി കഴിഞ്ഞാൽ നോക്കിയേ ഇവിടെ ഒരു CH3 ഇവിടെ ഇവിടെ ഒരു CH3 കണ്ടോ പിന്നെ സിംഗിൾ ബോണ്ട് O ആണ് കാർബൺ ചുറ്റും ഡബിൾ ബോണ്ട് 4 ബോണ്ട് വരണം ഒരു ബോണ്ട് വന്നാൽ പറ്റത്തില്ല 2 ബോണ്ട് വന്നാൽ ഓക്സിജനോട്ട് വന്നു അടുത്തത് ഇങ്ങനെ ഇത് കട്ടാവുമ്പോഴത്തേക്കും അതും കീറ്റോൺ തന്നെയല്ലേ അവിടെ ഉണ്ടാക്കുന്നത് പ്ലസ് ഇവിടെ ഒരു CH3 ഇവിടെ ഒരു ഇവിടെ ഒരു CH3 ഇവിടെ ഒരു ഡബിൾ ബോണ്ട് ഇത് പ്രൊപ്പൻ 2 ആണ് ഇത് എന്ത് തന്നെയാണ് പ്രൊപ്പൻ 2 on തന്നെയാണ് പ്ലസ് എന്താ ZnO അപ്പൊ നമുക്ക് by this reaction we get 2 molecules of ketone കിട്ടി അല്ലേ ശരിയല്ലേ അപ്പം ഈ ആളുടെ പേരെന്താണെന്ന് അറിയാമോ നിങ്ങൾ ഒന്ന് നോക്കി ഈ ആളിനെ നമുക്ക് അല്ലാതെ കണ്ടൻസ്ഡ് ആക്കി വരച്ചു നോക്കാൻ നോക്കി ഇവിടെ ഒരു CH3 ഇവിടെ ഒരു C ഇതിലൊരു CH3 ഇത് ഇങ്ങനെ വരച്ചു ഒരു ഡബിൾ ബോണ്ട് ഇട്ടു വീണ്ടും ഒരു C അതിൽ ഒരു CH3 നേരെ വരയ്ക്കാം ഒരു CH3 ഇങ്ങനെ വരയ്ക്കാം നമ്പർ ഇടാം 1 2
3 4 എങ്ങനെ നമ്പർ ഇട്ടാലും ഒരുപോലെ ഉള്ളൂ. ഡബിൾ ബോണ്ടിനാണ് ബ്രാഞ്ചിനെക്കാട്ടിലും പ്രിഫറൻസ് ഉള്ളത്. ഡബിൾ ബോണ്ടിന് ചെറിയ നമ്പർ കിട്ടുന്ന രീതിയിൽ വേണം എണ്ണാൻ തുടങ്ങാൻ നമ്മുടെ റൂൾ അനുസരിച്ച്. അങ്ങനെയാണെങ്കിൽ ഇത് 2 3 ഡൈമീഥൈൽ 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 ബ്യൂട്ട് ബ്യൂട്ട് 2 അവിടെ ഈ റിയേജന്റിന്റെ പേരും ചോദിച്ചായിരുന്നു. ആ റിയേജന്റിന്റെ പേരും ആ റിയേജന്റ് വെച്ചിട്ടുള്ള റിയാക്ഷനും കാണിക്കാനാണ് പറഞ്ഞത്. 2 ആണോ 3 ആണോ എന്ന് അറിയത്തില്ല, മാർക്ക് ഓർക്കുന്നില്ല. എന്തായാലും ഈ ക്വസ്റ്റ്യൻ ചോദിച്ചായിരുന്നു, അതുകൊണ്ട് തന്നെയാണ് ഇത് നമ്മുടെ നോട്ടിൽ ഉൾപ്പെടുത്തിയേക്കുന്നത് കേട്ടോ. അത് ചെറുതാക്കാം. ഈ പ്രൊപ്പൻ ഡുവോണിനെ അസറ്റോൺ എന്ന് പറയും കേട്ടോ. അതും കൂടെ വേണമെങ്കിൽ ഒന്ന് അതിന്റെ എന്താണ് കോമൺ നെയിം എന്ന് പറയുന്നത് അസറ്റോൺ ആണ്. പ്രൊപ്പൻ ഡുവോണിന് അസറ്റോൺ എന്ന് പറയും. അസറ്റോൺ എന്ന് പറയും. അപ്പൊ നമ്മള് ഹൈഡ്രോ കാർബൺ ആയിട്ടുള്ള ആൽക്കീനിൽ നിന്ന്, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞില്ലേ, അതായത് കാർബൺ ഹൈഡ്രജൻ മാത്രമായിട്ടുള്ള ആളാണ് ആൽക്കീൻസ്. ആൽക്കീൻ ഫാമിലിയുടെ പല ഡെറിവേറ്റീവ് ഉപയോഗിച്ചിട്ടാണ് നമ്മളിപ്പം എന്തുണ്ടാക്കിയത്, ആൽഡിഹൈഡ് കീറ്റോണും ഉണ്ടാക്കിയത്. ഇനി നമുക്ക് ഹൈഡ്രോ കാർബണിൽ നിന്ന് തന്നെ വേറൊരു രീതിയിൽ കൂടെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് വേണമെങ്കിൽ ആൽഡിഹൈഡിനെ കീറ്റോണിനെ ഉണ്ടാക്കിയെടുക്കാം. അതിനെ ടോട്ടോമറൈസേഷൻ റിയാക്ഷൻ എന്നാണ് പറയുന്നത്. ഒന്നുമില്ല, നമ്മൾ ഇനി എടുക്കാൻ പോകുന്ന ആൽക്കൈന ഹൈഡ്രോ കാർബണിന്റെ, അതിനകത്തോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എന്തുണ്ടാവും, ആൽഡിഹൈഡ് കീറ്റോൺ ഉണ്ടാകപ്പെടും, അതുപോലെ ഉണ്ടാകും എന്നാണ് റിയാക്ഷൻ പറയുന്നത്. അത് നമുക്ക് പ്രൂവ് ചെയ്ത് കാണിക്കാം. ഇത് എഴുതിയെന്ന് വിശ്വസിക്കുന്നത്. എഴുതിയോ? എഴുതിയില്ലെങ്കിൽ വെയിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഓക്കെ, എഴുതിയെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇത് എ ഫ്രം ഹൈഡ്രോ കാർബണിന്റെ എ ആണ് നമ്മൾ ഓസ്റ്റോണലിസിസ് ഓഫ് ആൽക്കീൻ എഴുതിയത്. ഇനി ബി എന്ന് എഴുതിയിട്ട് നിങ്ങൾ എഴുതേണ്ടത് ബി എന്ന് എഴുതിയിട്ട് ഹൈഡ്രേഷൻ എഴുതിയിട്ട് ബൈ ഹൈഡ്രേഷൻ ഓഫ് ആൽക്കൈൻ, ബൈ ഹൈഡ്രേഷൻ ഓഫ് ആൽക്കൈൻ ആൽക്കൈന്റെ ഹൈഡ്രേഷനിലൂടെ, ഹൈഡ്രേഷൻ എന്ന് പറയുമ്പോൾ അഡീഷൻ ഓഫ് വാട്ടർ, ഹൈഡ്രേഷൻ എന്ന് പറയുമ്പോൾ അഡീഷൻ ഓഫ് വാട്ടർ. അപ്പം ഒന്നുമില്ല, നമ്മൾ ഒരു ആൽക്കൈൻ എടുത്ത് ശ്രദ്ധിച്ചോണേ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ടോട്ടോമറൈസേഷൻ എന്ന് പറയുന്ന റിയാക്ഷൻ ആണ്. അപ്പം ഓൾറെഡി ഒരു ആൽക്കൈൻ എടുക്കുന്നു. ആൽക്കൈൻ എന്ന് പറയുമ്പോൾ ഈതൈൻ എടുക്കാം. ഈതൈന്റെ ഫോർമുല എങ്ങനെയാണല്ലോ, ഇല്ലേ? ഈതൈൻ, ഇതാണ് ഈതൈൻ, ഇല്ലേ? ഇതിനകത്തോട്ട് വാട്ടറിനെ ആഡ് ചെയ്യുന്നു. വാട്ടറിനെ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ വാട്ടറിനെ എഴുതുമ്പോൾ HOH എന്നാണ് എഴുതുന്നത്. HOH എന്ന് പറഞ്ഞാൽ എന്താ? H2O. അതിനെ ഞാൻ HOH എന്ന് എഴുതിയിട്ടുള്ളൂ. വെള്ളം ആഡ് ചെയ്യും. ഇത് ഒരു റിയജന്റിന്റെ പ്രസൻസിലാണ് HgSO4ഉം അതേപോലെ തന്നെ H2SO4ഉം ഈ രണ്ട് റിയജന്റിന്റെ പ്രസൻസിലാണ് എഴുതുന്നത്, അല്ലെ ഈ റിയാക്ഷൻ നടക്കുന്നത്. അപ്പൊ അങ്ങനെയാണ് എന്ത് സംഭവിക്കുന്നതോ, ഒരു ഹൈഡ്രജൻ വന്നിട്ട് ഈ കാർബണിലും ഈ ബാക്കി ഈ OH വന്നിട്ട് ഈ കാർബണിലും ചേരും. പക്ഷെ ഓൾറെഡി ഇപ്പൊ ഈ കാർബണിന് ചുറ്റിനും 4 ബോണ്ട് ഉണ്ടല്ലോ, ഈ കാർബണിന് ചുറ്റിനും 4 ബോണ്ട് ഉണ്ടല്ലോ. അപ്പൊ ഒരു ബോണ്ടിനെ പൊട്ടിച്ചാൽ മാത്രമേ ഇമാര് രണ്ടുപേരെ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ട്രിപ്പിൾ ബോണ്ട് മാറി ഡബിൾ ബോണ്ട് ആവുന്ന കാര്യം ആലോചിക്കാം. അപ്പൊ അതാണ് ആദ്യത്തെ കോമ്പൗണ്ട്. ഇന്റർമീഡിയറ്റ് ആണ്, ഇടയ്ക്ക് ഉണ്ടാവുന്ന കോമ്പൗണ്ട് ആണ്. ഒന്ന് നോക്കിക്കോളൂ. അപ്പം H അവിടെ തന്നെ, CH അവിടെ തന്നെ, C ഡബിൾ ബോണ്ട് ആയി, CH അവിടെ തന്നെ, അപ്പുറത്തുനിന്ന് ഒരു H ഇവിടെ വന്നു, അപ്പുറത്തുനിന്ന് ഒരു OH ഇവിടെ വന്നു. ഓക്കെ ആണല്ലോ. ഇനി എന്താ സംഭവിക്കുന്നത് നോക്കിയോ. ഇനി ഇവിടെ ടോട്ടോമറൈസേഷൻ എന്ന് പറയുന്ന ഒരു എഫക്റ്റ് ആണ് ഉണ്ടാകുന്നത്. ടോട്ടോമെറൈസേഷൻ, ഇസഡ് ആണ്, ചില ടെക്സ്റ്റിനകത്ത് എസ് ഉണ്ട്, ഇസഡ് ഉണ്ട്. ടോട്ടോമറൈസേഷൻ. അപ്പൊ ഈ ടോട്ടോമറൈസേഷനകത്ത് എന്താ നടക്കുന്നതെന്ന് അറിയാമോ? ടോട്ടോമറൈസേഷൻ എന്ന് പറയുമ്പോൾ സെയിം കോമ്പൗണ്ടിൽ തന്നെ വേറൊരു പൊസിഷനിലേക്ക് പ്രോട്ടോണെ ട്രാൻസ്ഫർ ചെയ്യുന്നത്. പ്രോട്ടോൺ മീൻസ് H+. അപ്പൊ സെയിം കോമ്പൗണ്ടിൽ തന്നെ വേറൊരു പൊസിഷനിലേക്ക് പ്രോട്ടോണെ ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് ടോട്ടോമറൈസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നോക്കിയോ,
ഇവിടെ ഈ ഡബിൾ ബോണ്ട് എങ്ങനെ വരും എന്നറിയാമോ? ഈ ഡബിൾ ബോണ്ട് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ആവും. അങ്ങനെയാണെങ്കിൽ ഈ എച്ച് എന്ത് ചെയ്യും? ഇവിടെ ഒന്ന് ഫ്രീ ആവും. ഫ്രീ ആയി കഴിഞ്ഞാൽ ഈ എച്ച് നേരെ വരുന്നത് ഈ കാർബണിലോട്ടായിരിക്കും. കണ്ടോ, ഇത് ഫ്രീ ആവുമ്പോൾ ഇത് എച്ച് പ്ലസ് ആയില്ലേ? ഇത് എച്ച് പ്ലസ് ആയിട്ട് മാറി. എച്ച് പ്ലസ് ആയിട്ട് മാറുമ്പോൾ എച്ച് പ്ലസ് ഇങ്ങനെ വന്നിട്ട് ഇതിൽ വന്ന് ടച്ച് ചെയ്യും. ഈ ബോണ്ട് ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ ഓൾറെഡി ഇതിന് ഇവിടെ ഒരു സ്പേസ് ഉണ്ടാവും അല്ലേ? അപ്പം നോക്കിയോ, ഇത് ഇങ്ങനെ ആയിരിക്കും വരുന്നത്. സി ഓൾറെഡി ഇവിടെ ഒരു എച്ച് ഉണ്ടായിരുന്നു, ഇവിടെ ഒരു എച്ച് ഉണ്ടായിരുന്നു. അപ്പൊ അപ്പുറത്തുനിന്ന് വന്ന എച്ച് ഇവിടെ വന്നിരുന്നു. അപ്പൊ ഇത് സിംഗിൾ ബോണ്ടായി, ഇത് സിംഗിൾ ബോണ്ടായി. പിന്നെ ഇവിടെ ഒരു എച്ച്, പിന്നെ ഇവിടെ ഒരു എച്ച്, പിന്നെ ഇവിടെ ഡബിൾ ബോണ്ടായി. കണ്ടോ, ഇവിടെ രോ മാത്രമേ ഉള്ളൂ. നോക്കിയോ, ശരിക്കും പറഞ്ഞാൽ ഇത് CH3 CHO എന്നല്ലേ കിടക്കുന്നത്? അതായത് എഥനാൽ അല്ലേ? എഥനാൽ അല്ലേ? ആണ്. കണ്ടോ, അപ്പൊ നമുക്ക് ആൽഡിഹൈഡിനെ ഉണ്ടാക്കാൻ പറ്റും. By this reaction we can prepare aldehyde. ഇനി നമുക്ക് കീറ്റോണെ ആണ് ഉണ്ടാക്കണമെങ്കിലോ, ഇതിപ്പോ ആൽഡിഹൈഡിനെയാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്, ആൽഡിഹൈഡിനെ ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ സെയിം റിയാക്ഷൻ വെച്ചിട്ട് തന്നെ നമുക്ക് കീറ്റോണെ ഉണ്ടാക്കണമെങ്കിലോ, റിയേജന്റിനെ ഒന്നും മാറ്റി കൊടുത്താൽ മതി. വളരെ സിമ്പിൾ ആണ്. നോക്കിക്കോളൂ, റിയേജന്റിനെ ഒന്നും മാറ്റി കൊടുക്കുകയാണ്. ഇവിടെ ശ്രദ്ധിച്ചോളൂ, സി ട്രിപ്പിൾ ബോണ്ട് സി, ഇതിന് മാറ്റമില്ല, കാരണം ആൽക്കൈൻ വേണം. ഇവിടെ ഞാനൊരു CH3 കൊടുക്കുന്നു, ഇവിടെ ഞാനൊരു CH3 കൊടുക്കുന്നു. ഇപ്പൊ ഇതിന്റെ പേര് ബ്യൂട്ടൈൻ എന്നായി. ശരിയല്ലേ? ഇതിനകത്ത് ഞാൻ വാട്ടർ ആഡ് ചെയ്യുക, HOH ഇൻ പ്രസൻസ് ഓഫ് ആരാണ്? HgSO4, മെർക്കുറിക് സൾഫേറ്റും അതേപോലെ തന്നെ H2SO4. അപ്പൊ എന്താ സംഭവിക്കുന്നത്? ഒന്നുമില്ല, ഡബിൾ ബോണ്ടിന്റെ ട്രിപ്പിൾ ബോണ്ടിന്റെ അപ്പുറത്തും ഇപ്പുറത്തും H OH ആഡ് ആവും. അങ്ങനെ വേണം എഴുതാനായിട്ട്. അപ്പൊ ഈ ഡബിൾ ബോണ്ടിലോ ട്രിപ്പിൾ ബോണ്ടിലോ ഒന്നും പൊട്ടും. അപ്പൊ എങ്ങനെ ഉണ്ടാകുന്നത്? CH3 C ഡബിൾ ബോണ്ട് C സിംഗിൾ ബോണ്ട് CH3, ഇവിടെ ഒരു H ആഡ് ആവും, ഇവിടെ ഒരു OH ആഡ് ആവും. ഓക്കെ, അടുത്ത സ്റ്റെപ്പിൽ എന്താ സംഭവിക്കുന്നതെന്നാ പറഞ്ഞത്? ടോട്ടോമെറൈസേഷൻ സംഭവിക്കുന്നതെന്നാ പറഞ്ഞത്. ടോട്ടോമെറൈസേഷൻ സംഭവിക്കുന്നതെന്നാ പറഞ്ഞത്. ടോട്ടോമെറൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇതിനകത്ത് തന്നെയുള്ള ഒരു കോമ്പൗണ്ട്, അല്ല ഇതിനകത്ത് തന്നെയുള്ള ഒരു പ്രോട്ടോൺ അതിനകത്ത് തന്നെ വേറെ ഏതൊരു പൊസിഷനിലേക്ക് മാറും. അത് മാറാൻ കാരണം ഈ ബോണ്ട് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് ഇവിടെ ഡബിൾ ബോണ്ട് ആകുമ്പോൾ ഈ എച്ച് എന്ന് പറയുന്നത് ഇവിടെ മാറി എച്ച് പ്ലസ് ആയിട്ട് ഈ കാർബണിൽ വന്ന് ചേരും. അപ്പൊ നോക്കൂ, ഇവിടെ ഓൾറെഡി ഒരു CH3 ഉണ്ട്, ഇവിടെ പിന്നെ ഒരു എച്ച് താഴെ ഉണ്ടായിരുന്നു, മുകളിൽ ഒരു എച്ച് കൂടെ വന്നു. ഓക്കെ ആണല്ലോ? ഇനി എന്താ സംഭവിക്കുന്നത്? ഇവിടെ ഇത് സിംഗിൾ ബോണ്ട് ആയി, പിന്നെ ഇവിടെ ഒരു സി, ഇവിടെ ഡബിൾ ബോണ്ട് O ആയി, ഇവിടെ H ആയി, ഒരു കീറ്റോൺ ഇവിടെ CH3 അല്ലേ, കീറ്റോൺ ആയില്ലേ? ഇതിനെ നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടൻസ്ഡ് ആക്കി എഴുതി കഴിഞ്ഞാൽ CH3 CH2 സിംഗിൾ ബോണ്ട് C ഡബിൾ ബോണ്ടോ CH3. കണ്ടോ, ഇതല്ലേ ഈ മോളിൽ തന്നിരിക്കുന്ന മോളിക്കൂൾ. ഇതിനെ എങ്ങനെ വിളിക്കും? ബ്യൂട്ടൻ 2 ആണെന്ന് വിളിക്കും. ഇത് ഫസ്റ്റ് കാർബൺ, സെക്കൻഡ് കാർബൺ, തേർഡ് കാർബൺ, ഫോർത്ത് കാർബൺ. സെക്കൻഡ് കാർബൺ കാർബണിൽ കാർബൺ ആണ്, അപ്പോൾ നമുക്ക് എന്താ ഇവിടെ നമുക്ക് ബ്യൂട്ടൻ 2 ആണെന്ന് വിളിക്കാം. കണ്ടോ, ഈ റിയാക്ഷൻ കൊണ്ട് തന്നെ നമ്മൾ ആൽഡിഹൈഡും ഉണ്ടാക്കി, കീറ്റോണും ഉണ്ടാക്കി. തെറ്റാണോ? ക്ലിയർ ആണോ? ചെറുതാക്കാം, എഴുതിക്കോളൂ. അപ്പൊ നമ്മൾ ആൽഡിഹൈഡിനെയും കീറ്റോണിനെയും ഒരുമിച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന റിയാക്ഷൻ ആണ് നമ്മൾ ഇത്ര നേരം പഠിച്ചുകൊണ്ടിരുന്നത്. നിങ്ങൾ ഓർത്തു വെക്കുമ്പോണ്ടല്ലോ, ഈ റിയാക്ഷൻ മാത്രം ഓർത്തു വെക്കാതെ എന്തിൽ നിന്നൊക്കെ എന്തുണ്ടാക്കാൻ പറ്റും എന്നുള്ള കാര്യം കൂടെ ഓർത്തു വെക്കണം. മനസ്സിലായി? ഇപ്പൊ നമ്മൾ കണ്ണടച്ചിട്ട് ഇങ്ങനെ ഓർക്കുമ്പോൾ ആൽഡിഹൈഡിന്റെയും കീറ്റോണിന്റെയും പ്രിപ്പറേഷൻ ഓർക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം പഠിച്ചത് ഓക്സിഡേഷൻ ഓഫ് ആൽക്കഹോൾ ആണ്. അപ്പൊ ആൽക്കഹോളിനെ ഓക്സിഡൈസ് ചെയ്ത് കഴിഞ്ഞാൽ ആൽഡിഹൈഡ്സും കീറ്റോൺസും കിട്ടും എന്നുള്ള കാര്യം മനസ്സിലാക്കാം. പിന്നെ രണ്ടാമത് ഡീഹൈഡ്രജനേഷൻ ഓഫ് എന്താണ്? ആൽക്കഹോൾ ആണ്. ഹൈഡ്രജനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ്? ആൽഡിഹൈഡും കീറ്റോണും ഉണ്ടാക്കാൻ പറ്റും ആൽക്കഹോളിൽ നിന്ന്. പിന്നെ ഹൈഡ്രോ കാർബണിൽ നിന്ന്, അത് രണ്ട് രീതിയിൽ ഉണ്ടാക്കുന്നു. ആൽക്കീനെ ഓസോണലിസിസ് ചെയ്യുന്നു, അതേപോലെ. അപ്പൊ ഇങ്ങനെ കണ്ണടച്ച് ഇങ്ങനെ ആലോചിച്ച് നോക്കണം ഏതൊക്കെ റിയാക്ഷൻ. കാരണം നമുക്ക് ഈ ചാപ്റ്ററിനകത്ത് തന്നെ ഒരു 150ഓളം റിയാക്ഷൻസ് പഠിക്കാനുണ്ട്. ഇപ്പൊ തന്നെ നമ്മൾ എത്ര റിയാക്ഷൻ പഠിച്ചു നോക്കി? ഇപ്പൊ തന്നെ നമ്മൾ ഏകദേശം 1 2, ഇതിനകത്ത് തന്നെ കുറെ റിയാക്ഷൻസ് വേറെ ഉണ്ട്, ഞാൻ പഠിപ്പിക്കാത്ത, പരീക്ഷയ്ക്ക് ചോദിച്ചാൽ മാത്രമേ ഞാൻ എഴുതിയിട്ടുള്ളൂ. ഇതിപ്പോ 1 2 പഠിച്ചു, ഇവിടെ 3 4 പഠിച്ചു, ഇവിടെ നമ്മൾ ഇവിടോട്ട് വന്നപ്പോഴത്തേക്കും കണ്ടോ 5 6 7 പഠിച്ചു. ഇനി ഇപ്പുറത്തോട്ട് വന്നപ്പോഴത്തേക്കും നമ്മൾ 7, ഇവിടോട്ട് വന്നപ്പോൾ 8 9 പഠിച്ചു. കണ്ടോ, ആകെ 3 പ്രിപ്പറേഷനെ പഠിച്ചുള്ളൂ, അവിടെ തന്നെ 9 റിയാക്ഷൻ. 9 അല്ല, ഇവിടെ ശരിക്കും 15 റിയാക്ഷൻസ് പഠിക്കാനുണ്ട്. അപ്പൊ നമുക്ക് ആ റിയേജൻസ് മാറ്റി കഴിഞ്ഞാൽ പുതിയ പുതിയ റിയാക്ഷൻസ് ഉണ്ടാവും. അപ്പൊ ഏകദേശം ഒരു 150 റിയാക്ഷൻസ് ഈ ചാപ്റ്ററിനകത്ത് പഠിക്കാനുണ്ട്. കെമിക്കൽ പ്രോപ്പർട്ടീസിനകത്താണ് റിയാക്ഷൻ കൂടുതൽ. ഓക്കെ ആണല്ലോ? അപ്പൊ അതുകൊണ്ട് വൃത്തിക്ക് പഠിക്കുക, ഞാൻ പറയുന്ന ഓർഡറിൽ തന്നെ മനസ്സിലാക്കി ഓരോ കാര്യങ്ങളും ചെയ്യുക. അന്നന്ന് പഠിക്കുന്നത് അന്നന്ന് തന്നെ പഠിച്ച് ക്ലിയർ ചെയ്യുക, എന്നാലേ ഇത് ഓർമ്മ നിൽക്കത്തുള്ളൂ. വീണ്ടും വീണ്ടും പഠിക്കുക, റിപ്പീറ്റഡ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ ആണല്ലോ?
എത്ര തവണ നിങ്ങൾക്ക് ഒരു ടോപ്പിക്ക് പഠിക്കാൻ പറ്റുന്നു അത്രയും തവണ ഇപ്പം നിങ്ങൾക്ക് 5 തവണ നിങ്ങൾ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 5 ആഴ്ച കാലഘട്ടത്തേക്ക് നിങ്ങൾക്ക് അത് ഓർമ്മ നിൽക്കും. മനസ്സിലായോ? അപ്പം നിങ്ങൾ എപ്പോഴും ആലോചിച്ചോണം, നിങ്ങൾ ഒരു സാധനം 10 തവണയെങ്കിലും റിപ്പീറ്റഡ് ആയിട്ട് പഠിച്ചാൽ മാത്രമേ അറ്റ്ലീസ്റ്റ് ബോർഡ് എക്സാം വരെയെങ്കിലും നിങ്ങളുടെ മനസ്സിൽ ആ സാധനം നിൽക്കത്തുള്ളൂ. അപ്പൊ ഇങ്ങനെ റിപ്പീറ്റഡ് അടിച്ച് പഠിച്ചുകൊണ്ടേയിരിക്കണം. ഓക്കെ. അപ്പം രാവിലെ എണീക്കുമ്പോഴൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ ഒന്ന് ഉറങ്ങാൻ കിടക്കുമ്പോഴൊക്കെ ആണെങ്കിലും അന്ന് പഠിച്ച സാധനം ഒന്ന് ഓർത്ത് നോക്കുക. അല്ലെങ്കിൽ രാവിലെ എണീക്കുമ്പോൾ കട്ടിലേക്ക് കിടന്നത് തന്നെ തലേ ദിവസം പഠിച്ച കാര്യങ്ങൾ ഒന്ന് ഓർത്ത് നോക്കുക. അല്ലെങ്കിൽ ചുമ്മാ ഇരിക്കുന്ന സമയത്ത് ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് സ്കൂളിൽ നിന്ന് എന്താണ് അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് തിരിച്ചു വരുന്ന സമയത്തോ അല്ലെങ്കിൽ ഇവിടുന്ന് സ്കൂളിലോട്ട് പോകുന്ന സമയത്തോ ഒക്കെ കണ്ണടച്ചിരുന്ന് ഈ സാധനങ്ങളൊക്കെ ആലോചിക്കുക. അപ്പം ആ സമയത്തൊക്കെ ഈ സാധനങ്ങൾ വീണ്ടും വീണ്ടും കൊണ്ടുവരിക. അപ്പൊ നമ്മുടെ ലോങ് ടേം മെമ്മറിയിലോട്ട് ഇത് കയറും. അല്ലാതെ കെമിസ്ട്രിയുടെ റിയാക്ഷൻസ് ഒന്നും പഠിക്കാൻ പറ്റത്തില്ല എന്നുള്ളൊരു സത്യം നിങ്ങൾ മനസ്സിലാക്കുക. അതല്ലാതെ വേറെ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. റിപ്പീറ്റഡ് സ്റ്റഡി അത് മാത്രമേ നടക്കുള്ളൂ. ഓക്കെ. അപ്പം അടുത്തത് നമ്മളിപ്പം ആൽഡിഹൈഡ്സിനെയും കീറ്റോൺസിനെയും കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റിയാക്ഷൻ ആണ് പഠിച്ചത്. ഇനി നമ്മൾ ആൽഡിഹൈഡ്സിനെ മാത്രം ഉണ്ടാക്കാൻ പറ്റുന്ന റിയാക്ഷനും കീറ്റോൺസിനെ മാത്രം ഉണ്ടാക്കാൻ പറ്റുന്ന റിയാക്ഷനും പഠിച്ചിട്ട് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. അപ്പം അടുത്ത എഴുതിക്കോ, പ്രിപ്പറേഷൻ ഓഫ് ആൽഡിഹൈഡ്സ് ഒള്ളി. ആൽഡിഹൈഡ്സ് ഒള്ളി. പ്രിപ്പറേഷൻസ് ഓഫ് ആൽഡിഹൈഡ്സ് ഒള്ളി. ആൽഡിഹൈഡിനെ മാത്രം ഉണ്ടാക്കാൻ പറ്റുന്ന റിയാക്ഷൻസ്. അപ്പം ആദ്യത്തേത് ഫ്രം അസൈൽ ഹാലൈഡ് ആണ്. ഫ്രം ആസിഡ് ക്ലോറൈഡ്, അതായത് അസൈൽ ഹാലൈഡിലെ ഒരു കോമ്പൗണ്ട് ആണല്ലോ ആസിഡ് ക്ലോറൈഡ്. അതായത് നമ്മൾ പറയായിരുന്നു ഈ ഡബിൾ ബോണ്ടോടെ ഒരു സൈഡിൽ ആൽക്കഹോളും ഒരു സൈഡിൽ ആൽക്കൈൽ ഗ്രൂപ്പും ഒരു സൈഡിൽ ക്ലോറിനോ ബ്രോമിനോ ഹൈഡ്രജനോ ഒക്കെ വരുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ആസിഡ് ക്ലോറിൻ എന്ന് പറഞ്ഞാൽ ആസിഡ് ക്ലോറൈഡ് എന്ന് പറയും. ബാക്കി ആൾ ജനറലി പറയുന്നത് അസൈൽ ഹാലൈഡ് എന്നാണ്. പറയുക. ഓക്കെ ആണല്ലോ. ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൽഡിഹൈഡ്സിനെ ഉണ്ടാക്കാൻ പറ്റും. ഒറ്റ കാര്യം ചെയ്താൽ മതി. ശരിക്കും ആ CO CLനെ മാറ്റിയിട്ട് H ആക്കി കഴിഞ്ഞാൽ അത് ആൽഡിഹൈഡ് ആയില്ലേ? ആണ്. അപ്പം ഇത് കണ്ടുപിടിച്ച സയന്റിസ്റ്റിന്റെ പേര് അല്ലെങ്കിൽ കെമിസ്റ്റിന്റെ പേര് റോസൻമണ്ട് എന്നാണ്. അപ്പൊ റോസൻമണ്ട് എന്താ ചെയ്തത്? റോസൻമണ്ട് റിഡക്ഷൻ ആണ് നടത്തിയത്. റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഓക്സിഡേഷൻ അഡീഷൻ ഓഫ് ഹൈഡ്രജൻ റിമൂവൽ ഓഫ് ഓക്സിജനോ ആണെങ്കിൽ റിഡക്ഷൻ അഡീഷൻ ഓഫ് ഹൈഡ്രജൻ റിമൂവൽ ഓഫ് ഓക്സിജനോ. എന്നാൽ ഇവിടെ അഡീഷൻ ഓഫ് ഹൈഡ്രജന്റെ ടേമിലാണ് റിഡക്ഷൻ പഠിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നോക്കൂ, നമ്മൾ ഈ അസൈൽ ഹാലൈഡ് എടുക്കാം, അതേപോലെ തന്നെ അറോമാറ്റിക് ആയിട്ടുള്ള അസൈൽ ഹാലൈഡ് എടുക്കാം കേട്ടോ. അതായത് ഈ സൈഡില് ആൽക്കൈൽ ഗ്രൂപ്പും വരാം, അതേപോലെ അറൈൽ ഗ്രൂപ്പും വരാം. വേണമെങ്കിൽ ജനറലി ഇവിടെ വേണമെങ്കിൽ ആർ എന്ന് എഴുതുന്നതിന് പകരം AR എന്ന് എഴുതാം. AR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അറൈൽ എന്താണ് ആസിഡ് ക്ലോറൈഡുകളാണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം. നമ്മൾ ഒരു സൈഡിൽ ബെൻസീൻ റിങ്, എന്നിട്ട് C ഡബിൾ ബോണ്ടോ, എന്നിട്ട് ഇതിൽ CN. ഇതിനകത്തോട്ട് ഞാൻ റിഡക്ഷൻ ആണ് നടത്തുന്നത്. റിഡക്ഷൻ നടത്തുമ്പോൾ ഹൈഡ്രജനെ ആഡ് ചെയ്യാൻ നടത്താം. എന്നാൽ ഇതൊരു നെയിം റിയാക്ഷൻ ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ റിയേജൻസിന്റെ ആഡ് ചെയ്ത റിയേജൻസ് ഒക്കെ ഓർത്ത് വെക്കണം. പലേഡിയം ഓൺ ബേരിയം സൾഫേറ്റ്, BaS. അപ്പൊ എന്ത് സംഭവിക്കുന്ന അറിയാമോ? ഇവിടെ ഒന്ന് ഈ C കട്ടായിപ്പോട്ടെ, അതായത് Cl കട്ടായിപ്പോട്ടെ, ഇതിനകത്ത് ഒരു ഹൈഡ്രജൻ അവിടെ വന്നിരിക്കും. അപ്പൊ അതിന് ഇങ്ങനെ ഒരു കോമ്പൗണ്ട് ഉണ്ടാവും, അതായത് ബെൻസാൽഡിഹൈഡ് ഉണ്ടാവും. C ഡബിൾ ബോണ്ടോ ഉണ്ടോ? ഇതിനെ നമുക്ക് ബെൻസീൻ റിംഗിൽ CHO എന്ന് എഴുതുന്ന പോലെ ഉള്ളൂ. ബെൻസീൻ കാർബാൾഡിഹൈഡ് അല്ലെങ്കിൽ ബെൻസാൽഡിഹൈഡ്. ഈ റിയാക്ഷന്റെ പറയുന്ന പേര് റോസൻമണ്ട് റിഡക്ഷൻ ആണ്. ദിസ് റിയാക്ഷൻ ഈസ് നോൺ ആസ് റോസൻമണ്ട് റിഡക്ഷൻ. റിഡക്ഷൻ ഇൻ എ സെൻസ് അഡീഷൻ ഓഫ് ഹൈഡ്രജൻ. ഇത് തന്നെ നമുക്ക് ആൽക്കൈൽ അസൈൽ ഹാലൈഡിലും ചെയ്യാം. അതായത് ഇപ്പൊ ഇവിടെ ഒരു CH3 വന്നു, C ഡബിൾ ബോണ്ടോ Cl. ഇതിപ്പോ ഒരു ആൽക്കൈൽ ആയിട്ടുള്ള അസൈൽ ഹാലൈഡ് ഗ്രൂപ്പ് ആണ്. ഇതിനകത്തും ഹൈഡ്രജനെ ആഡ് ചെയ്തിട്ട് പലേഡിയം ഓൺ ബേരിയം സൾഫേറ്റും നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ CH3 C ഡബിൾ ബോണ്ട് H എന്ന് വരും. ഇത് എഥനാലാണ്. കണ്ടോ? ഇതാണ് അവിടുത്തെ റിയാക്ഷൻ. ഓക്കെ. ഇനി നമ്മൾ അസൈൽ ഹാലൈഡിൽ നിന്നുണ്ടാക്കിയ ആൽഡിഹൈഡിനെ രണ്ടാമത്തെ റിയാക്ഷൻ എന്ന് പറയുന്നത് ഫ്രം നൈട്രൈൽസ് ആൻഡ് എസ്റ്റേഴ്സ് ആണ്. ഫ്രം നൈട്രൈൽസ്. ഒരു കാര്യം ചെയ്യാം, ഫ്രം നൈട്രൈൽസ് അല്ലെങ്കിൽ നൈട്രൈൽസ് ആൻഡ് എസ്റ്റേഴ്സ്. നൈട്രൈൽ എന്ന് പറയുമ്പോൾ CN ഗ്രൂപ്പുകളാണ്. എസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ RCOOR ഗ്രൂപ്പുകളാണ്. കണ്ടോ? എസ്റ്റർ എന്ന് പറയുമ്പോൾ ഇതാണ്, CN എന്ന് പറയുമ്പോൾ ഇതാണ്.
അപ്പൊ നമുക്ക് എ എന്ന് എഴുതിയിട്ട് ഫ്രം നൈട്രൈൽ ആദ്യം എഴുതാം. ഫ്രം നൈട്രൈൽസ് എന്ന് നമുക്ക് എഴുതാം. ഫ്രം നൈട്രൈൽസ്. നൈട്രൈൽസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു എക്സാമ്പിൾ എടുക്കുകയാണ്. CH3 CH2 CN. CNന്റെ പ്രത്യേകത C ട്രിപ്പിൾ ബോണ്ട് N ആയിരിക്കും. ഓക്കെ, ഇവന്റെ പേര് ഒന്നെങ്കിൽ നൈട്രോ പ്രൊപ്പൈൻ എഴുതാം, അല്ലെങ്കിൽ ഈതൈൽ നൈട്രൈൽ എഴുതാം. കാരണം നമുക്ക് CN നൈട്രൈൽ എന്ന് നെയിം ചെയ്യാറുണ്ട്, നൈട്രോ എന്ന് നെയിം ചെയ്യാറുണ്ട്. നൈട്രോ നെയിം ചെയ്ത് കഴിഞ്ഞാൽ ഫ്രണ്ടിൽ കൊടുക്കണം. അപ്പം ഒന്നെങ്കിൽ ഇതിനെ നിങ്ങൾക്ക് ഈതൈൽ നൈട്രൈൽ എഴുതാം. ഈതൈൽ നൈട്രൈൽ എഴുതുമ്പോൾ ഈ രണ്ട് കാർബണെ മാത്രമേ കൂട്ടാവൂ. ഇത് നൈട്രൈൽ എന്ന് പറയുമ്പോഴത്തേക്കും സോറി പ്രൊപ്പൈൻ നൈട്രൈൽ അങ്ങനെയല്ല, നൈട്രൈൽ നെയിം ചെയ്യുമ്പോഴത്തേക്കും ഈ കാർബണെ നിങ്ങൾ മറ്റേ മെയിൻ ചെയിനകത്ത് കൂട്ടണം. ഓക്കെ, അങ്ങനെ നെയിം ചെയ്യുവാണെങ്കിൽ പ്രൊപ്പൈൻ നൈട്രൈലിനായിരിക്കും വരുന്നത്. പ്രൊപ്പൈൻ നൈട്രൈലിനായിരിക്കും വരുന്നത്. എന്നാൽ നിങ്ങൾക്ക് ഇതിനെ എന്താണ് സൈനൈഡ് ആയിട്ട്, നൈട്രൈലും സൈനൈഡും ആണ്, നൈട്രോ അല്ല, സൈനൈഡ് ആയിട്ട് നെയിം ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ മൊത്തത്തിൽ നെയിം ചെയ്യുമ്പോൾ ഇതിനെ ഈതൈൽ സൈനൈഡ് എന്നായിരിക്കും നെയിം ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പൊ അത് രണ്ടും വ്യത്യാസം പെടുത്തി വെച്ചോണം, കാരണം രണ്ട് രീതിയിൽ നെയിം ചെയ്യാം. ഓക്കെ, ഇതിനകത്ത് നമ്മൾ എന്താ ആഡ് ചെയ്യുന്നത് അറിയോ? ഇവിടെയും നമ്മൾ റിഡക്ഷൻ തന്നെ, റിഡക്ഷൻ എന്ന് പറയുമ്പോൾ ഹൈഡ്രജനെ ആഡ് ചെയ്യുക ചെയ്യുന്നത്. അപ്പം റിഡക്ഷനെ ആഡ് ചെയ്യുമ്പോൾ ഇതും ഒരു നെയിം റിയാക്ഷൻ തന്നെ ആയതുകൊണ്ട് റീജൻസ് എല്ലാം ഒന്ന് ഓർത്ത് വെച്ചോണം. SnCl2 ഉം HCl കൂടാണ് ഇവിടെ ആഡ് ചെയ്യുന്നത്. ആ സമയത്ത് എന്താ നടക്കുന്നതെന്ന് അറിയാമോ? HCl കൂടെ ആഡ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഹൈഡ്രോജനേഷൻ നടക്കും. എന്നിട്ട് ഇതിന്റെ പ്രസൻസിൽ നമ്മൾ ഹൈഡ്രജനെ ആഡ് ചെയ്യും, അല്ലെങ്കിൽ റിഡക്ഷൻ നടക്കും. അപ്പൊ എന്താ സംഭവിക്കുന്നത്? ഒരു ഹൈഡ്രജൻ ഈ സിയുടെ കൂടെ പോകും, ഒരു ഹൈഡ്രജൻ ഈ എന്നിന്റെ കൂടെ പോകും. അങ്ങനെ പോവാണെങ്കിൽ ഇവിടുത്തെ ഒരു ബോണ്ട് ബ്രേക്ക് ആയേ പറ്റത്തുള്ളൂ. അപ്പൊ ഇവിടെ ഉണ്ടാകുന്ന കോമ്പൗണ്ട് തന്നെ ഇങ്ങനെയാണ്. CH3 CH2 C, ഇവിടെ ഒരു H വരും, ഇവിടെ ഡബിൾ ബോണ്ട്, ഇവിടെ ഒരു NH. ഇനി നമുക്ക് സിംപ്ലി ഇതിനെ ആൽഡിഹൈഡ് ആക്കാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത്? ഈ NH നെ കംപ്ലീറ്റ് ഇവിടുന്ന് കളഞ്ഞിട്ട് അവിടെ ഒരു O കൊണ്ടുവന്നാൽ മതി. ശരിയല്ലേ? അപ്പൊ CH3 CH2 C ഡബിൾ ബോണ്ട് OH എന്നായില്ലേ? അപ്പൊ അത് ആൽഡിഹൈഡ് ആയി. അങ്ങനെ നമുക്കൊരു ഡബിൾ ബോണ്ട് മാറ്റിയിട്ട്, ഡബിൾ ബോണ്ടിന്റെ ഇപ്പുറത്തെ ആളിനെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയിട്ട് അവിടെ ഒരു O കൊണ്ടുവരണമെങ്കിൽ നമ്മൾ എപ്പോഴും ഓർത്തോണം ചെയ്യേണ്ടത് ആസിഡ് ഹൈഡ്രോലിസിസ് ആണ്. അപ്പം ആസിഡ് ഹൈഡ്രോലിസിസ് എന്ന് പറഞ്ഞാൽ എന്തോ ഒന്നുമില്ല, വെള്ളത്തിനകത്ത് ഇച്ചിരി ആസിഡ് മിക്സ് ചെയ്തിട്ട് ഇതിനകത്ത് ആഡ് ചെയ്താൽ മതി. അപ്പം നമ്മൾ എഴുതുന്നത് H3O+ എന്നാണ്. സിമ്പിൾ ഹൈഡ്രോലിസിസ് ആണെങ്കിൽ നമ്മൾ വെറും H2 എന്ന് എഴുതത്തുള്ളൂ. മനസ്സിലായോ? ഇത് ആസിഡ് ഹൈഡ്രോലിസിസ് ആണ് ചെയ്തത്. അത് വേണമെന്നുണ്ടെങ്കിൽ ആസിഡ് ഹൈഡ്രോലിസിസ് തന്നെ എഴുതിക്കണം. ആസിഡ് ഹൈഡ്രോലിസിസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നറിയോ? ഇവിടത്തെ കംപ്ലീറ്റ് ആയിട്ട് NH മാറ്റിയിട്ട് അവിടെ O വരും, ബാക്കിയുള്ള അതേപോലെ തന്നെ എഴുതുക. CH3 CH2 CH, ഇവിടെ ഡബിൾ ബോണ്ട് O. കണ്ടോ? ഇവന്റെ പേര് നോക്കി, ഇവന്റെ പേര് പ്രൊപ്പനാൽ എന്നല്ലേ? ഇതിന്റെ ഇടയ്ക്ക് ഫോം ചെയ്ത ഈ ആളിനെ ഒരു പേര് പറയും, ഇമീൻ എന്ന് പറയും. ഇത് ഇതിന്റെ കെമിക്കൽ റിയാക്ഷൻ, കെമിക്കൽ പ്രോപ്പർട്ടീസിനകത്ത് നമ്മൾ എല്ലാം പഠിക്കും, ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇമീൻ എന്താണ്, സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഇമീൻ എന്താണ്, കാർബസൈഡ്, കാർബസോൺ 2,4-ഡൈനൈട്രോഫീനൈൽ, ഹൈഡ്രസീൻ 2,4-ഡൈനൈട്രോഫീനൈൽ, ഹൈഡ്രോസോൺ, സെമി കാർബസൈഡ്, സെമി കാർബസോൺ എന്നൊക്കെ പറഞ്ഞ് കുറേ മോളിക്യൂൾസിനെ പറ്റി, അതിന്റെ പ്രിപ്പറേഷനെ പറ്റിയും ഒക്കെ നമുക്ക് അവിടെ പഠിക്കാറുണ്ട്. അപ്പം ഇത് ഇങ്ങനെ ഒരു കാര്യം ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ ആൽഡിഹൈഡ് മാത്രം ഉണ്ടാക്കി. ഈ റിയാക്ഷനെ പറയുന്ന പേര് സ്റ്റീഫൻസ് റിയാക്ഷൻ ആണ് പറയുന്നത്. സ്റ്റീഫൻസ് റിയാക്ഷൻ. ഈ സെയിം റിയാക്ഷൻ തന്നെ നമുക്ക് വേണമെങ്കിൽ ഈ SnCl2 ഉം HCl ഉം ഉപയോഗിക്കാതെ അതിനെക്കാളും കുറച്ചുകൂടെ പവർഫുൾ ആയിട്ടുള്ള ഒരു റിയേജന്റ് ആണ് ഡൈബൽ H എന്ന് പറയും, ഡൈ ഐസോബ്യൂട്ടൈൽ ഹൈഡ്രൈഡ്. അപ്പം ഈ ഡൈബൽ H ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താണെന്നറിയാമോ? റിയാക്ഷൻ ഇത് തന്നെ ആയിരിക്കും, പക്ഷെ ഇവിടെ വരുമ്പോൾ ആസിഡ് ഹൈഡ്രോളിസിസ് ചെയ്യേണ്ട ആവശ്യമില്ല, വെറും ഹൈഡ്രോളിസിസ് ചെയ്താൽ മതി. അപ്പൊ ആ റിയാക്ഷൻ കൂടെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഈ സെയിം മോളിക്യൂളിൽ ഒന്ന് എഴുതി കാണിക്കാം. CH3 CH3 CH2 C ട്രിപ്പിൾ ബോണ്ട് N. ഇതിനകത്തോട്ട് നമ്മൾ എന്താ ആഡ് ചെയ്യുന്നത്? ഡൈബൽ H ആണ്. DIBAL, എല്ലാം ക്യാപിറ്റൽ ലെറ്റർ, ഹൈഫൻ ഇട്ട് H. എന്താന്ന് പറഞ്ഞുതരാം. അപ്പൊ എന്താ സംഭവിക്കുന്നത്? അവിടെയും ഹൈഡ്രജൻ ആഡ് ആവുക തന്നെയാണ് ചെയ്യുന്നത്. ഒരു ഹൈഡ്രജൻ ഇവിടെയും ഒരു ഹൈഡ്രജൻ ഇവിടെയും വരുന്നു. അപ്പം CH3 CH2 CH ഡബിൾ ബോണ്ട് NH എന്ന് വരുന്നു, NH എന്ന് വരുന്നു. വീണ്ടും നമ്മൾ
ഡൈബൽ എച്ച് കുറച്ചുകൂടെ മറ്റേനേക്കാളും കുറച്ചുകൂടെ സ്ട്രോങ് റിയേജന്റ് ആയതുകൊണ്ട് നമുക്ക് ഇനി ആസിഡ് ഹൈഡ്രോളിസിസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിനെ ഓക്സിജൻ ആഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്താൽ മതി, സിംപ്ലി H2O ആഡ് ചെയ്താൽ മതി. അപ്പം CH3 CH2 C ഇവിടെ H ഇവിടെ ഡബിൾ ബോണ്ട് ഓൺ വരും. അപ്പോഴും പ്രൊപ്പനാൽ തന്നെയാണ്. ഡൈബൽ എച്ചും ഇവിടുത്തെ ഒരു റിഡ്യൂസിങ് ഏജന്റ് ആണ്, അതായത് ഹൈഡ്രജനെ ആഡ് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ഏജന്റ് ആണ്, റിഡക്ഷൻ നടത്താൻ കേപ്പബിൾ ആയിട്ടുള്ള ഏജന്റ് ആണ്. അപ്പൊ ഇവിടെ ഡൈബൽ എച്ചിന്റെ വേണമെങ്കിൽ ഫുൾ ഫോം എഴുതിക്കണം. ഡൈബൽ എച്ച് എന്ന് പറയുന്നത് ഡൈ ഐസോ ബ്യൂട്ടൈൽ അലൂമിനിയം ഹൈഡ്രൈഡ്. അലൂമിനിയം ഹൈഡ്രൈഡ് നേരത്തെ പറഞ്ഞപ്പോ അലൂമിനിയം പറഞ്ഞു നോക്കുന്നില്ല. ഡൈ ഐസോ ബ്യൂട്ടൈൽ അലൂമിനിയം ഹൈഡ്രൈഡ് ആണ്. ഇനി നമുക്ക് പറയാനുള്ളത് നമ്മൾ എസ്റ്ററിൽ നിന്നാണ്. അപ്പൊ ബി എന്ന് എഴുതിയിട്ട് ഫ്രം എസ്റ്റർ, കാണിക്കാം. ഇതാണോ? ഓക്കെ. അപ്പൊ നമ്മൾ അടുത്തത് എസ്റ്ററിൽ നിന്ന് എങ്ങനെ ഇതുണ്ടാക്കാൻ പറ്റുമെന്ന് കൂടെ ജസ്റ്റ് ഒന്ന് വിളിച്ച്. ഡൈബൽ എച്ച് തന്നെയാണ് ഇവിടുത്തെ റിയേജന്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്. ഹൈഡ്രോളിസിസ് ആണ്, നമ്മൾ ഒറ്റ സ്റ്റെപ്പ് ആയിട്ട് എഴുതുന്നുള്ളേ. ഇതിനിടയ്ക്ക് ഇമീൻ ഫോം ചെയ്യുന്നതായിട്ട് നമ്മൾ ഇന്റർമീഡിയറ്റ് ഫോം ചെയ്യുന്നത് നമ്മൾ എഴുതുന്നില്ല, ഡയറക്റ്റ് നമ്മൾ പ്രൊഡക്റ്റിലേക്ക് പോവാണ്. അപ്പൊ നോക്കിക്കോളൂ, CH3 CH2 C ഡബിൾ ബോണ്ട് O CH3. ഇതാണല്ലോ എസ്റ്റർ. കാരണം എസ്റ്ററിന്റെ ജനറൽ ഫോർമുല RCOOR ആണ്. ഇതാണ് ജനറൽ ഫോർമുല. അപ്പം ഇതിൽ ഈ CO ആണ്, C ഡബിൾ ബോണ്ട് O ആണ്. മനസ്സിലായോ? ഇങ്ങനെ വന്നിരിക്കുന്നത്. ഇതിനകത്തോട്ട് നമ്മൾ ഒന്നാമത്തെ സ്റ്റെപ്പിൽ എന്ത് ആഡ് ചെയ്താൽ മതി, ഡൈബൽ എച്ച് ആഡ് ചെയ്യുക. രണ്ടാമത്തെ സ്റ്റെപ്പിൽ ഹൈഡ്രോളിസിസ് ചെയ്യുക, ആസിഡ് ഹൈഡ്രോളിസിസ് ചെയ്യുക. അപ്പൊ നമുക്ക് ഉണ്ടാവുന്ന കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇത് കംപ്ലീറ്റ് ആയിട്ട് കട്ടായിക്കോട്ടെ, അതായത് ഇവിടെ ഇവൻ കംപ്ലീറ്റ് ആയിട്ട് കട്ടായിക്കോട്ടെ. അതായത് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ഹൈഡ്രജൻ ഇവന്റെ കൂടെ ആഡ് ആവും, ഒരു ഹൈഡ്രജൻ ഇവന്റെ കൂടെയും ആഡ് ആവും. അങ്ങനെയാണ് സംഭവിക്കുന്നത്. അതായത് ഇവിടെ നോക്കിയോ, ഞാനത് സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയിട്ട് കാണിക്കാത്തതുകൊണ്ട് നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ തോന്നല്. നോക്കിക്കോളൂ, ഇവിടെ ഇങ്ങനെ കട്ടാവുമ്പോൾ ഇതിനകത്ത് ഡൈബൽ എച്ച് ആഡ് ചെയ്യുമ്പോൾ ഹൈഡ്രജൻ ആണല്ലോ ആഡ് ആവുന്നത്. ഒരു ഹൈഡ്രജൻ ഈ കാർബണിലൂടെ വന്ന് ആഡ് ആവും, ഒരു ഹൈഡ്രജൻ ഈ ഓക്സിജനിലൂടെ വന്ന് ആഡ് ആവും. പക്ഷെ ഇത് ഓക്സിജനിലൂടെ വന്നാകുമ്പോൾ അത് ആൽക്കഹോൾ ഫോം ചെയ്യും. അത് നമ്മൾ എഴുതുന്നില്ല, നമുക്ക് വേണ്ടത് ആൽഡിഹൈഡ് മാത്രമാണ്. അപ്പൊ നോക്കിയേ, അപ്പൊ ഇവിടെ ഇങ്ങനെ CH3 CH2 C ഡബിൾ ബോണ്ടോ H കണ്ടോ, അപ്പോഴും പ്രൊപ്പനാൽ ഫോം ചെയ്തു. ഇതിന്റെ കൂടെ ആൽക്കഹോളും കൂടെ ഫോം ചെയ്യും. എന്താ പ്ലസ്, അത് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. CH3O ആണ്. അപ്പം അപ്പുറത്തുനിന്ന് ഒരു ഹൈഡ്രജൻ വരുമ്പോൾ CH3OH ആയി. അപ്പൊ ഇത് മെഥനോളായി. ഇത് എഴുതണം ഒരു നിർബന്ധവും ഇല്ല, ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. അതേപോലെ തന്നെ നമുക്ക് നമ്മളിപ്പം ഏതിൽ നിന്നൊക്കെയാണ് ആൽഡിഹൈഡ് മാത്രം ഉണ്ടാക്കാൻ പഠിച്ചത്, അസൈൽ ഹാലൈഡിൽ നിന്ന് പഠിച്ചു, നൈട്രൈൽ നിന്ന് പഠിച്ചു, എസ്റ്ററിൽ നിന്ന് പഠിച്ചു. അപ്പൊ ശരിക്കും പറഞ്ഞാൽ രണ്ടാമത്തേനകത്ത് നമ്മൾ എയും ബിയും ആയിട്ട് എഴുതിയത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ ഫ്രം ഹൈഡ്രോ കാർബൺ തന്നെയാണ്. ഫ്രം ഹൈഡ്രോ കാർബൺ, ഇതിനും നെയിം റിയാക്ഷൻ ഉണ്ട്. ഫ്രം ഹൈഡ്രോ കാർബൺ ഫ്രം ഹൈഡ്രോ കാർബണിൽ എ ആയിട്ട് എഴുതുക ബൈ ഓക്സിഡേഷൻ ഓഫ് മീഥൈൽ ബെൻസീൻ, ബൈ ഓക്സിഡേഷൻ of methyl benzene. മീഥൈൽ ബെൻസീൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു ബെൻസീൻ റിങ്, അതിൽ CH3 വരുന്നതാണ്, ശരിയല്ലേ? അപ്പം നമുക്കറിയാം ഇതിനെ എന്താണ് CHO ആക്കണം, അതാണല്ലോ നമ്മുടെ ലക്ഷ്യം. അങ്ങനെ ആക്കണമെങ്കിൽ നോക്കിയാൽ CHO ആക്കുക എന്ന് പറയുമ്പോൾ ഇവിടെ നോക്കിയോ, ശരിക്കും
ഈ കോമ്പൗണ്ട് സി, ഇവിടെ ഒരു എച്ച്, ഇവിടെ ഒരു എച്ച്, ഇവിടെ ഒരു എച്ച്, ഇങ്ങനെയല്ലേ ഇരിക്കുന്ന മീഥൈൽ ബെൻസീൻ. അപ്പൊ ഇതിനകത്തെ 2 ഹൈഡ്രജനെ കട്ട് ചെയ്ത് കളയാം, എന്നിട്ട് അതിന് പകരം ഒരു ഓക്സിജൻ അവിടെ വരിക, ശരിയല്ലേ? ഇതും ഇതും കട്ട് ചെയ്ത് പോയി കഴിഞ്ഞിട്ട് അവിടെ ഡബിൾ ബോണ്ട് ഓ വന്നു കഴിഞ്ഞാൽ ഇത് ആൽഡിഹൈഡ് ആയി. അപ്പൊ ഓക്സിജനെ ആഡ് ചെയ്യുക എന്നുള്ളതാണ് അവിടുത്തെ ലക്ഷ്യം. അതുകൊണ്ടാണ് ഓക്സിഡേഷൻ ഓഫ് മീഥൈൽ ബെൻസീൻ എന്ന് നമ്മൾ പഠിച്ചത്, അല്ലേ? ഞാൻ വേണമെങ്കിൽ അത് ഒന്നുകൂടെ ഒന്ന് വിടർത്തി തന്നെ വരച്ച് കാണിക്കാം. CH3 എന്ന് പറയുമ്പോഴത്തേക്കും CH3 എന്നത് അത് ബെൻസീൻ റിങ്ങിൽ നിന്ന് വരുമ്പോഴത്തേക്കും ഇങ്ങനെ വിടർത്തി വരച്ച് കഴിയുമ്പോൾ കുഴപ്പമില്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഇതിനകത്തോട്ട് ഞാൻ എന്താ ആഡ് ചെയ്യാൻ പോകുന്നറിയോ? ക്രോമൈൽ ക്ലോറൈഡ് എന്ന് പറയുന്നത് CrO2Cl2, CrO2Cl2, അതിന്റെ പേര് ക്രോമൈൽ ക്ലോറൈഡ് ആണ്. അപ്പം ഇത് ഒരു സോൾവെന്റിന്റെ പ്രസൻസിലാണ് CH2, അത് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പൊ എന്താ സംഭവിക്കുന്നറിയോ? ആദ്യം ഒരു ഇന്റർമീഡിയറ്റ് ആണ് ഫോം ചെയ്യുന്നത്. ഇന്റർമീഡിയറ്റ് ഫോം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇന്റർമീഡിയറ്റ് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. കാരണം ഇന്റർമീഡിയറ്റ് എന്ന് പറയുമ്പോൾ ഒരു ക്രോമിയം കോംപ്ലക്സ് ആണ്, ഇച്ചിരി പാടാണ് മനസ്സിലാക്കാൻ. ഓർത്തിരിക്കുമെന്ന് എനിക്കറിയത്തില്ല. ഓർത്ത് വെക്കുമെങ്കിൽ നിങ്ങൾ എഴുതിക്കോളൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒറ്റ സ്റ്റെപ്പിൽ ഡയറക്റ്റ് ആയിട്ട് എന്താ എഴുതാം, ഇങ്ങനെ എന്താ CHO നന്നാക്കിയാൽ മതി. ഓക്കെ, അത് എങ്ങനെ ആക്കണമെന്ന് ചോദിച്ചാൽ രണ്ടാമത്തെ സ്റ്റെപ്പിൽ, അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പിൽ ഇത് ആഡ് ചെയ്യുന്നു, സെക്കൻഡ് സ്റ്റെപ്പിൽ ആഡ് ചെയ്യുന്ന റീജിയന്റിനെ ഇവിടെ എഴുതണം, എന്നാലേ ഇത് എഴുതത്തുള്ളൂ, അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാൻ പറ്റത്തുള്ളൂ. ഞാനത് 2 സ്റ്റെപ്പായിട്ട് തന്നെ കാണിക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്, ഞാൻ ഇത് ആഡ് ചെയ്തു, എന്നിട്ട് ക്രോമിയം കോംപ്ലക്സ് തന്നെ ഇങ്ങനെ ആയിരിക്കും വരുന്നത്. നോക്കിക്കോളൂ, ഇവിടെ ഒരു സി, ഇവിടെ ഒരു എച്ച്, ഇവിടെ ഒരു എച്ച്, അല്ല സോറി എച്ച് പോയി, 2 എച്ച് പോയി. ഒരു കാര്യം ചെയ്യാം, ഈ 2 എച്ച് പോയിട്ട് ഇവിടെ പകരം 2 മോളിക്യൂൾസ് വരുന്നത് നോക്കിക്കോളെ. ഇവിടെ CH തന്നെയാണ്, ഇങ്ങനെ എഴുതാം, നമുക്ക് ഇങ്ങനെ ഒരുമിച്ച് എഴുതാം. നിങ്ങൾ ആലോചിച്ചോണം, ഈ എച്ചും കട്ടായിട്ട് ഈ ആൾക്കാര് 2 മോളിക്യൂൾസ് വന്ന് ഇവിടെ ആഡ് ചെയ്യുക എന്നുള്ള കാര്യം ഓർത്താൽ മതി. അതെങ്ങനെയാണ് നമ്മൾ എഴുതുമ്പോൾ, ഒരുമിച്ച് എഴുതുമ്പോൾ നമ്മൾ ഇങ്ങനെ എഴുതുന്നത്, CH കട്ടായി പോവാത്ത ഒരു എച്ച്, ഈ എച്ച് അവിടെ തന്നെ കിടക്കുകയാണ്, ബാക്കി 2 എച്ചിനെ കട്ടായിട്ട് ഈ മോളിക്യൂൾ 2 എണ്ണം വന്ന് ചേരുവാണ്. നോക്കിക്കോ, ഈ CrO2 പകരം O2 2 ഉള്ളതുകൊണ്ട് OCrO എന്ന് എഴുതുന്നു. പിന്നെ ഇവിടെ നിന്ന് കട്ടായി പോയ ഒരു HCl2 കണ്ടോ, HCl2 ഇവിടെ എഴുതുന്നു. ഇത് എത്ര മോളിക്യൂളാ? 2 മോളിക്യൂൾ, 2 എണ്ണമാണ് കട്ട് ചെയ്ത് കളഞ്ഞിരിക്കുന്നത്. ഇതാണ് അവിടുത്തെ ക്രോമിയം കോംപ്ലക്സ്. ഇത് ഓർത്തിരിക്കാൻ പാടുള്ളതുകൊണ്ടാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒറ്റ സ്റ്റെപ്പിൽ ഇത് ചെയ്യാം, പക്ഷേ ആഡ് ചെയ്യുന്ന റിയേജന്റിനെ 1ഉം 2ഉം ആയിട്ട് എഴുതണം. ഇതിനെയാണ് ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നത്, ഇതിനെ ഞാൻ അൺഹൈഡ്രസ് AlCl3, വെള്ളം ഇല്ലാത്ത AlCl3, ഹൈഡ്രേറ്റഡ് അല്ലാത്ത AlCl3 ആണ് അൺഹൈഡ്രസ് AlCl3 എന്ന് പറയുന്നത്. എന്നിട്ട് അതും ആഡ് ചെയ്തിട്ട് ആസിഡ് ഹൈഡ്രോളിസിസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്ന അറിയാമോ? CHO ആയിട്ട് മാറും. ഇവിടെ CHO ആയിട്ട് മാറും. അതായത് ഈ 2 മോളിക്യൂൾസിനെ മാറ്റിയിട്ട് അവിടെ ഡബിൾ ബോണ്ട് ഓ വരുമെന്ന് അർത്ഥം, അല്ലാതെ വേറെ ഒന്നുമില്ല. ഓക്കെ ആണല്ലോ? അപ്പൊ നമുക്ക് ബെൻസാൽഡിഹൈഡ് ഉണ്ടായി. ഈ റിയാക്ഷന്റെ പേര് എന്താണെന്ന് അറിയുമോ? ഈ റിയാക്ഷന്റെ പേര് എറ്റാർഡ് റിയാക്ഷൻ എന്നാണ്. ഈ റിയാക്ഷന്റെ പേര് എറ്റാർഡ് റിയാക്ഷൻ. ഇനി ഈ റിയാക്ഷന്റെ തന്നെ ഒരു സെയിം ടൈപ്പ് തന്നെ ആ ക്രോമൈൽ ക്ലോറൈഡ് മാറ്റിയിട്ട് വേറൊരു റിയേജന്റ് യൂസ് ചെയ്തിട്ട് ഒരു റിയാക്ഷൻ നമുക്ക് പഠിക്കാനുണ്ട്. അത് ഇതിനകത്ത് തന്നെ പഠിക്കാനുള്ളതാണ്. അതും പരീക്ഷയ്ക്ക് സാധാരണ ചോദിക്കാറുണ്ട്. എല്ലാം ഈ എറ്റാർഡ് റിയാക്ഷൻ പഠിച്ചിട്ട് പോകും, അതിന്റെ തൊട്ട് താഴത്തെ റിയാക്ഷൻ ചോദിക്കും. ഇതാണ് ആ തൊട്ട് താഴത്തെ റിയാക്ഷൻ. ഇവിടെ മീഥൈൽ ബെൻസീൻ തന്നെ. ഇനി ഞാൻ ക്രോമിയം ഓക്സൈഡ് ആണ് ആഡ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ അസറ്റിക് അൻഹൈഡ്രൈഡ് CrO2 അല്ല സോറി CrO2 അല്ല CH3CO twice O. നമ്മൾ പഠിച്ചായിരുന്നു, നോക്കുന്നുണ്ടോ? ഫസ്റ്റ് ക്ലാസ്സിലെ CH3 C ഡബിൾ ബോണ്ടോ O, C ഡബിൾ ബോണ്ടോ CH3 കണ്ടോ? ഇങ്ങനെ ഒരു കോമ്പൗണ്ടിനെ പറ്റി നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചായിരുന്നു, അല്ലേ? ആ കോമ്പൗണ്ട് ആണിത്, അസറ്റിക് അൻഹൈഡ്രൈഡ്. ആഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നറിയോ? ഇവിടെയും ഒരു ക്രോമിയം കോംപ്ലക്സ് ഫോം ചെയ്യും, അല്ല കോംപ്ലക്സ് ഫോം ചെയ്യും. നോക്കിക്കോളൂ, ആ കോംപ്ലക്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ, ഇവിടെയും അത് തന്നെയാണ്, CH തന്നെ വരും, പക്ഷെ ഇവിടെ ഉണ്ടാകുന്നത് OCO CH3 ട്വൈസ്. അതിനെ വീണ്ടും നമ്മൾ നേരത്തെ ചെയ്ത അതേപോലെ തന്നെ അൻഹൈഡ്രസ് AlCl3യും H3O+ ചെയ്ത് കഴിഞ്ഞാൽ ആ കോംപ്ലക്സിന്റെ ബ്രാക്കറ്റിലുള്ള സാധനത്തിനെ മാറ്റിയിട്ട് അവിടെ CHO വരും.
ഓക്കെ, ഇനി നമ്മളിപ്പം ഹൈഡ്രോ കാർബണിൽ നിന്ന് എങ്ങനെ ആൽഡിഹൈഡ്സിനെ ഉണ്ടാക്കും എന്നുള്ളതാണ് അതിന്റെ ആദ്യത്തെ ഇതാണ് പറയുന്നത്. രണ്ടാമത്തെ സൈഡ് ചെയിൻ ക്ലോറിനേഷൻ എന്ന് പറയും. അത് എന്താണ് ബി എന്ന് എഴുതിയിട്ട് സൈഡ് ചെയിൻ സൈഡ് ചെയിൻ സൈഡ് ചെയിൻ ക്ലോറിനേഷൻ ക്ലോറിനേഷൻ ഈ മെത്തേഡാണ് ശരിക്കും എന്താണ് ആൽഡിഹൈഡ്സിനെ ഉണ്ടാക്കുന്ന കൊമേർഷ്യൽ മെത്തേഡ്. ക്ലോറിനേഷൻ. ഈ റിയാക്ഷൻ ഒരു റിയാക്ഷൻ കൂടെ ഉള്ള ഞാൻ നിർത്തിയേക്കാം. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഒരു CH3 എടുക്കുന്നു, CH3 ബെൻസിൻ, അതായത് CH3 ബെൻസിൻ റിങ്ങിൽ മീഥൈൽ ബെൻസിൻ എടുക്കുന്നു. ഇതിനകത്തോട്ട് സിംപ്ലി ക്ലോറിൻ ആഡ് ചെയ്യുന്നു. എന്നിട്ട് സൺലൈറ്റ് കടത്തി വിടുന്നു. സൺലൈറ്റ്, അതായത് HNU എന്ന് എഴുതിയാൽ മതി, സൺലൈറ്റിന്റെ എനർജി കടത്തി വിടുമ്പോൾ ഇത് ക്ലോറിൻ ആയതുകൊണ്ട് ക്ലോറിൻ ബോണ്ടഡ് വിത്ത് ക്ലോറിൻ ആണ്, Cl ബോണ്ടഡ് വിത്ത് Cl, ഇത് കട്ടാവും, ഇതും കട്ടായിട്ട് ഒരു ക്ലോറിൻ ഇവിടെ ചേരും, ഒരു ക്ലോറിൻ ഇവിടെ വരും. ഈ റിയാക്ഷൻ നമ്മൾ ഇതുപോലൊരു റിയാക്ഷൻ നമ്മൾ ആലോ ആൽക്കൈൻ ആലോ അറേഞ്ചിനകത്ത് പഠിച്ചാണ്. അപ്പൊ നോക്കിക്കോളൂ, ഇത് ഇങ്ങനെ ഉണ്ടാവും. അതായത് ഇവിടെ ഇത് ഒരു കാര്യം ആലോചിക്കണം, ഇവിടെ CHCl2 ഈ രണ്ട് ക്ലോറിനും ഇവിടെ പോകുന്നേ. അപ്പൊ അത് ആലോചിച്ചോണം, അത് ഇങ്ങനെയല്ല, രണ്ട് ക്ലോറിനും ഇവിടെ കട്ടായിട്ട്, അതായത് Cl ബോണ്ടഡ് വിത്ത് Cl, രണ്ട് ക്ലോറിനും കട്ടായിട്ട് ഈ രണ്ട് ഹൈഡ്രജനെ കട്ട് ചെയ്ത് കളയുന്നു. എന്നിട്ട് ഒരു ക്ലോറിൻ തന്നെ ഇവിടെയും ഒരു ക്ലോറിൻ തന്നെ ഇവിടെയും പോകുന്നു. അങ്ങനെയാണെങ്കിൽ ഉണ്ടാകുന്ന കോമ്പൗണ്ട് ഇതാണ് CHCl2. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്താ ചെയ്യുന്നത് അറിയുമ്പോൾ ഹൈഡ്രോളിസിസ് ചെയ്യാണ്. കാരണം നമുക്ക് ഡബിൾ ബോണ്ടോ അവിടെ കൊണ്ട് കാർബണിൽ പ്രതിഷ്ഠിക്കണമെങ്കിൽ നമ്മൾ ജനറലൈസ് ചെയ്യുന്നത് ഹൈഡ്രോളിസിസ് ആണ്. അപ്പൊ ഹൈഡ്രോളിസിസ് ചെയ്യുന്ന സമയത്ത് ഈ രണ്ടാൾക്കാർ കട്ടായി പോയിട്ട് അതിന് പകരം അവിടെ ഡബിൾ ബോണ്ടോ വരും. ഇങ്ങനെ വരും. ഇവിടെ ഓൾറെഡി ഒരു H കിടപ്പുണ്ട്, പിന്നെ ഡബിൾ ബോണ്ടോ. അപ്പൊ CHO ആയില്ലേ, ശരിയല്ലേ? ഇവിടെ ഒരു ടെമ്പറേച്ചർ കണ്ടീഷൻ 373. ഇതാണ് സൈഡ് ചെയിൻ ക്ലോറിനേഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബെൻസാൽഡിഹൈഡ് ഉണ്ടാക്കാം. ഇതാണ് ഈ മെത്തേഡാണ് ബെൻസാൽഡിഹൈഡിന്റെ കൊമേർഷ്യൽ പ്രിപ്പറേഷൻ. ലാസ്റ്റ് റിയാക്ഷൻ ഗ്യാറ്റർമാൻ കോച്ച് റിയാക്ഷൻ എന്ന് പറഞ്ഞ റിയാക്ഷൻ ഉണ്ട്. അത് നമ്മൾ എത്രാമത്തെ റിയാക്ഷൻ, നാലാമത്തെ റിയാക്ഷൻ. നാലാമത്തെ റിയാക്ഷൻ ഗ്യാറ്റർമാൻ കോച്ച് റിയാക്ഷൻ. ഗ്യാറ്റർമാൻ കോച്ച് റിയാക്ഷൻ എപ്പോഴും ആലോചിച്ചോണം, ബെൻസീനിൽ നിന്ന് ഡയറക്റ്റ് ബെൻസാൽഡിഹൈഡിനെ ഉണ്ടാക്കാൻ പറ്റുന്ന റിയാക്ഷനാണ് ഗ്യാറ്റർമാൻ കോച്ച് റിയാക്ഷൻ. അപ്പം ഒരു ബെൻസീൻ റിങ് നമ്മൾ ഇങ്ങനെ വരയ്ക്കുന്നു. റിയേജൻസ് ഓർത്തോണം, CO ഉണ്ട്, കാർബൺ മോണോക്സൈഡ്, HCl ഉണ്ട്, ടെമ്പറേച്ചർ കണ്ടീഷൻസ് ഇല്ല, അൻഹൈഡ്രസ് AlCl3 ഉണ്ട്, അതേപോലെ തന്നെ CuCl, കുപ്രസ് ക്ലോറൈഡ്. ഇത് ചെയ്യുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് എന്തുണ്ടാവും, ബെൻസാൽഡിഹൈഡ് ഉണ്ടാവും. ഇതിനിടയ്ക്ക് കുറെ സ്റ്റെപ്പുകളൊക്കെ ഉണ്ട്, വേണ്ട, നീം റിയാക്ഷൻ ആണ് ഇത്ര തന്നിട്ടുള്ളൂ. അപ്പോൾ ഇതിനെയാണ് ഗ്യാറ്റർമാൻ കോച്ച് റിയാക്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ പ്രിപ്പറേഷൻ ഓഫ് ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസിനെ ഒരുമിച്ച് ചെയ്യുന്ന പഠിച്ചു, ആൽഡിഹൈഡ്സിനെ മാത്രം പഠിച്ചു. അപ്പോൾ കീറ്റോൺസിനെ മാത്രം കൂടെ ഉള്ള ഒരു റിയാക്ഷൻ ഉണ്ട്, അത് 3 റിയാക്ഷൻ ആണ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, പിന്നെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് കഴിഞ്ഞിട്ട് നേരെ കെമിക്കൽ പ്രോപ്പർട്ടീസിലാണ് വരുന്നത്. കെമിക്കൽ പ്രോപ്പർട്ടീസിനകത്താണ് ഏകദേശം ഒരു 100ഓളം റിയാക്ഷൻസ്, നമുക്ക് 100അല്ല, അതിനടുത്ത അല്ലെങ്കിൽ അതിന് തൊട്ട് മുകളിൽ അത്രയും റിയാക്ഷൻസ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയാണെങ്കിൽ അത്ര റിയാക്ഷൻസ് പഠിക്കാനുണ്ട്. എല്ലാ റിയാക്ഷന്റെയും ഒന്ന് മാത്രം ജയിപ്പിക്കുകയാണെങ്കിലും നമുക്കൊരു 50 റിയാക്ഷൻസോളം അവിടെ പഠിക്കാനുണ്ടാവും കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം, മാക്സിമം അത് പെട്ടെന്ന് തന്നെ തീർത്ത് ഇത് കഴിഞ്ഞിട്ട് വേണം ഇനി കാർബോക്സിലിക് ആസിഡിലേക്ക് പോകാൻ. അപ്പം ഇതിന്റെ കെമിക്കൽ പ്രോപ്പർട്ടീസ് കഴിഞ്ഞിട്ട് വേണം കാർബോക്സിലിക് ആസിഡിന്റെ ബേസിക്സ്, അതേപോലെ തന്നെ നോമൻക്ലേച്ചർ, അതേപോലെ തന്നെ അതിന്റെ പ്രിപ്പറേഷൻ, അതിന്റെ കെമിക്കൽ പ്രോപ്പർട്ടീസിലോട്ടൊക്കെ പോകാനായിട്ട്. ഓക്കെ ആണല്ലോ? നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇങ്ങനെ വൈൻഡപ്പ് ചെയ്യാം.